بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനെ അതിയായി അതിരറ്റെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയമറിഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറയുകയുണ്ടായി, ഹുളൂറുൽ കൽബോട് കൂടിയിട്ടായിരിക്കണം നിൽക്കേണ്ടത്, ഹൃദയ സാന്നിധ്യത്തോടു കൂടിയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ഭയം, മഹത്വം അറിഞ്ഞുകൊണ്ടുള്ള ഭയം, അതായത് ഹൈബത്ത് എന്ന വികാരത്തോടു കൂടി നിൽക്കണം. അത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ വരുന്ന ഒരു വികാരമാണ്. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നാം അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വികാരമാണ് ഹൈബത്ത്. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ വജിലത്ത് കുലൂബും, അവരുടെ ഹൃദയം പിടക്കാൻ തുടങ്ങും എന്ന് സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ, അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം പിടക്കാൻ തുടങ്ങും. കാരണം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി എന്നതിനാൽ ആ ഭയപ്പാടോട് കൂടിയിട്ടായിരിക്കണം അള്ളാഹുവിനോട് സംഭാഷണത്തിലേർപ്പെടാൻ നിൽക്കേണ്ടത്. മൂന്നാമത്തേത്, അള്ളാഹുവിനോട് സംഭാഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, അള്ളാഹുവിനോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിയായി ആഗ്രഹിച്ചിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അതിയായി കൊതിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കണം. നാലാമത്തേത്, അള്ളാഹുവിനെ അതിരറ്റെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം നിൽക്കേണ്ടത്. അതായത് നാലാമതായി നമുക്കുണ്ടാകേണ്ടുന്ന വികാരമാണ് അൽ മഹബ്ബ. അതായത് അള്ളാഹുവിനെ അതിരറ്റെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഈ വിഷയം കുറച്ച് അധികം പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ നാം സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം.
സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെവിടെ നിന്നാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുമ്പോൾ ഉറപ്പാണ് അത് ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. അള്ളാഹുവിനോട് നമുക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് നമ്മുടെ മനസ്സുകളോട്, നമ്മുടെ ഹൃദയങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു അൽ ബഖറയിൽ പറയുകയാണ്, വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അള്ളാഹുവിന് പുറമെ വേറെ സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, നമ്മൾ പുറത്തേക്കൊന്ന് നോക്കിയാൽ മതി, ജനങ്ങളിൽ ഭൂരിഭാഗവും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവരാണ്. സമന്മാരെ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, യുഹിബ്ബൂനഹും, ആ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ സമന്മാരെ ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാം, സ്നേഹിക്കുന്നതായിട്ട് കാണാം. കഹുബില്ല, അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കണമോ അതേ രൂപത്തിൽ ഈ ആളുകളെ സ്നേഹിക്കുന്നതായിട്ട് കാണാം. വല്ലദീന ആമനു, എന്നാൽ ഇതിലൊന്നും പെടാതെ നടക്കുന്ന ആമനു, ആര്? സത്യവിശ്വാസികൾ. നാം എല്ലാവരും അശദ്ദു ഹുബ്ബൻ, അതിയായി സ്നേഹിക്കുന്നവരായിരിക്കും ലില്ലാ, അള്ളാഹുവിനെ. വിശ്വാസികളുടെ ലക്ഷണം എന്താണ്? അള്ളാഹുവിനെ അതിരറ്റെ സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമെന്ന് ഒരു വിശദീകരണം. രണ്ടാമത്തേത്, അള്ളാഹുവിന് പുറമെ സമന്മാരുണ്ടാക്കിയ ആളുകളെ, അവരെ ആരാധിക്കുന്ന ആളുകൾ ആ സമന്മാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കടുത്തുകൊണ്ട് സത്യവിശ്വാസികൾ ആരെ സ്നേഹിക്കും? അള്ളാഹുവിനെ സ്നേഹിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. അപ്പോൾ വിശ്വാസികളുടെ ഒരു ഗുണമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ വിശ്വാസികളാണ് എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ സ്നേഹവും ഒരു വിശ്വാസമാകരുത്. സ്നേഹം എന്താകണം? ഒരു വികാരമാകണം. നമ്മൾ വിശ്വസിക്കുന്നു എന്ത്? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന്. നമ്മൾ ഉമ്മാനെയും വാപ്പായെയും നമ്മുടെ മക്കളെയും ഒക്കെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണോ അതോ സ്നേഹിക്കുകയാണോ? സ്നേഹിക്കുകയാണ്, വിശ്വസിക്കുകയല്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യം വരുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതിന് കുറച്ച് ഒരു 10-9 തെളിവുകൾ നമുക്ക് നിരത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതിന് ഒരു തെളിവും കൂടി പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. ഇപ്പോൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾക്കാർക്കെങ്കിലും ഈ ദീനിൽ നിന്ന് പുറത്തു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ, ഈ ദീനൊന്നും വേണ്ട, ഇതൊക്കെ ഔട്ട്ഡേറ്റഡാണ്, ഈ കാലത്തിന് യോജിക്കാത്തതാണ് എന്നൊക്കെ തോന്നിയിട്ട് ദീനിൽ നിന്ന് പുറത്തു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ, പുറത്തു പോവുകയാണെങ്കിൽ, ഫസോഫയത്തില്ല, അള്ളാഹുവിനൊരു പ്രശ്നവുമില്ല. ഫസോഫയത്തില്ല, അള്ളാഹു തആല കൊണ്ടുവരും. ബിഖൗമിൻ, ഒരു ജനതയെ നിങ്ങൾക്ക് പകരമായി കൊണ്ടുവരും. നിങ്ങളിപ്പോൾ വിശ്വാസികളായിരുന്നില്ലേ, അതേപോലെ ഒരു ജനതയെ നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു ജനതയെ അള്ളാഹു തആല കൊണ്ടുവരും. ആ ജനതയുടെ പ്രത്യേകത എന്തായിരിക്കുമെന്നറിയോ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. യുഹിബ്ബുഹും, അള്ളാഹു അവരെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അവരാകട്ടെ തിരിച്ച് അള്ളാഹുവിനെയും സ്നേഹിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ മാറ്റി പകരം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ള ഒരു ജനതയെ കൊണ്ടുവരും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മാത്രമല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് അതിരറ്റ വാത്സല്യമുള്ളവരായിരിക്കും അവർ. അദില്ലത്തായിരിക്കും, ചിറകുകൾ താഴ്ത്തിയ ആളുകളായിരിക്കും. അവരോട് ദുല്ലത്ത് കാണിക്കുന്നവരായിരിക്കും, വിനീതരായിരിക്കും. ആരോട്? സത്യവിശ്വാസികളോട്. ഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുന്നിൽ എന്തായിരിക്കും? ഇസ്സത്തുള്ളവരായിരിക്കും. തങ്ങളുടെ ഇസ്സത്ത് അവരുടെ മുന്നിൽ പണയം വെക്കില്ല. പ്രതാപവാന്മാരായിരിക്കും സത്യനിഷേധികളുടെ മുന്നിൽ. യുജാഹിദൂന ഫീ സബീലില്ലാ, മാത്രമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്നവരായിരിക്കും അവർ. വലാ യഖാഫൂന, അവർ പേടിക്കുകയുമില്ല. ലൗമത ലായിം, ആക്ഷേപകൻ്റെ ആക്ഷേപത്തെ ഭയപ്പെടുകയുമില്ല, അങ്ങനെ പേടിക്കുകയുമില്ല. ഇത്രയും ഗുണങ്ങൾ ഉള്ള
ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് അള്ളാഹു തആല പറയുന്നു. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. ഇതാണ് അള്ളാഹു നൽകുന്ന ഔദാര്യം. ഏത്? ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുക, ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇനി സൂറത്ത് തൗബയിൽ നമ്മളൊക്കെ പല പ്രാവശ്യവും കേട്ടിട്ടുള്ള ഒരായത്താണ്. എന്താണ്? കുൽ, റസൂലെ പറഞ്ഞു കൊടുക്കുക സത്യവിശ്വാസികൾക്ക്. എന്ത്? ഇൻ ഖാന ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ ആണെങ്കിൽ, വ അബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങൾ ആണെങ്കിൽ. രണ്ടാമത്തേത് സന്താനം. 3 വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ ആണെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ. വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ. വ അഷീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ ആണെങ്കിൽ. വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന, ദിനേന എന്നോണം നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമ്പത്ത് അതാണെങ്കിൽ. വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന, നഷ്ടം വരുമോ എന്ന് നിങ്ങൾക്ക് ഇന്നും എപ്പോഴും ഭയമുള്ള ആ കച്ചവടം ആണ് എങ്കിൽ. വ മസാകിനു തർദൗനഹ, നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന നിങ്ങളുടെ ഭവനം ആണെങ്കിൽ. ഇത്രയും 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ 8 കാര്യങ്ങൾ ആണ് എന്ന് കരുതുക. എന്താണ്? അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം, ഏറ്റവും ഇഷ്ടം, മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ. അപ്പോൾ അള്ളാഹുവിനേക്കാൾ ഇവയെ സ്നേഹിക്കാൻ പാടില്ല എന്നർത്ഥം. വ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളോടാണോ ഇഷ്ടം. വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനും. അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, റസൂലിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാൾ ഈ 8 കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ, ഈ 8 കാര്യങ്ങളോടാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്ത്? ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അള്ളാഹു അവൻ്റെ ഒരു കൽപ്പനയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എന്ത് കൽപ്പന? ശിക്ഷയുടെ കൽപ്പനയുമായി വരുന്നത് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? അതിൻ്റെ സമയമായി എന്നർത്ഥം. വിശ്വാസികളായ ആളുകൾ, വിശ്വാസികളായ നിങ്ങൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയല്ല, റസൂലിനെയല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെയല്ല, മറിച്ച് ഈ പറഞ്ഞ 8 കാര്യങ്ങളെ ആണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ സ്വഭാവം അങ്ങനെ അല്ല ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അള്ളാഹു തആല പറയുന്നു. ഇത് ഭീഷണിയുടെ സ്വരമല്ല, നമ്മൾ നന്നാകാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ സ്നേഹവായ്പോടുള്ള പറച്ചിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 തരം സ്നേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നു. 4 തരം, 4 രൂപത്തിലുള്ള സ്നേഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും. സ്നേഹം എന്നത് ആദ്യമേ മനസ്സിലാക്കണം. എന്തല്ല? വിശ്വാസമല്ല, മറിച്ച് എന്താണ്? സ്നേഹം മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ വികാരമാണ്. അതൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ വികാരമാണ് എന്ന്. ഒന്ന്, ശിർക്കായിട്ടുള്ള സ്നേഹം, അതായത് അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളെ, അവരെ സ്നേഹിക്കുക എന്നുള്ളത് എന്താണ്? ശിർക്കാണ്. രണ്ടാമത്തേത് ഹറാം ആയിട്ടുള്ള സ്നേഹം, അതായത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ കാഫിരീങ്ങളെ സ്നേഹിക്കുക, അവരുമായി നീതിയിൽ വർത്തിക്കുക, അവരുമായി നല്ല രൂപത്തിൽ പെരുമാറുക എന്നല്ല, അവരെ സ്നേഹിക്കുക, അവരെ വളരെ ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കുക. അതേപോലെ ഒരു ആണും ഒരു പെണ്ണും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നുള്ളത്, അത് എന്താണ്? ഹറാമായ സ്നേഹമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് മനുഷ്യൻ്റെ പ്രകൃതിയിലുണ്ടാകുന്ന സ്നേഹമാണ്. പ്രകൃതിയാൽ മനുഷ്യൻ സ്നേഹിച്ചു പോകുന്ന കാര്യങ്ങൾ, അതാണ് ആ പറഞ്ഞ 8 കാര്യങ്ങൾ. മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സ്നേഹങ്ങളാണ്. നാലാമത്തേത് വാജിബായ സ്നേഹം, നിർബന്ധമായിട്ടും സ്നേഹിക്കേണ്ടുന്നത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇതാണ് വാജിബായിട്ട് വേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇവയിൽ ഏവയോടാണ് സ്നേഹമുള്ളത് എന്ന് നോക്കിയാൽ പ്രകൃതിപരമായിട്ടുള്ള സ്നേഹം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ, നമ്മുടെ മനസ്സിലുള്ളൂ. നാം പരിശോധിച്ച് നോക്കുക. ഇനി നമ്മൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എന്നറിയാൻ
ഒരു 9 ലക്ഷണങ്ങൾ ഞാൻ പറയാം. സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പ്രകടമാകുന്ന 9 ലക്ഷണങ്ങൾ. ആ 9 ലക്ഷണങ്ങൾ തട്ടിച്ചു നോക്കുക, നമ്മുടെ ജീവിതവുമായിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല, സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, എനിക്ക് അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് വിശ്വസിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് മാതാപിതാക്കളോടോ ഈ പറഞ്ഞ 8 കാര്യങ്ങളോടായിരിക്കും ഏറ്റവും സ്നേഹം അള്ളാഹുവിനേക്കാൾ. അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, അതിനേക്കാളല്ല, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഒരിറ്റ് സ്നേഹം പോലും അള്ളാഹുവിനോട് നമുക്ക് ഉണ്ടാവുകയും ഇല്ല. നാം ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. 9 സമറത്തുകൾ, 9 ഫലങ്ങൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മിൽ പുഷ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഒന്നാമത്തേത് അർറിള ബിൽ ഖളാ. അള്ളാഹു ആണല്ലോ നമ്മുടെ സ്രഷ്ടാവ്, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു ആണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരാണ് നടത്തുന്നത്? അള്ളാഹു ആണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ഖളാ നമ്മിൽ എന്താണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ഖളാ നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഖളാകൾ തൃപ്തിപ്പെടണം. എന്ത് ഖളാ ആയാലും, എന്ത് തന്നെ അള്ളാഹു തആല നമ്മിൽ വിധിച്ചാലും ആ വിധി സ്നേഹപൂർവ്വം തൃപ്തിയോടുകൂടി സ്വീകരിക്കണം. അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു, ലയഹ്മി, അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും, അള്ളാഹു തആല സംരക്ഷിക്കുക തന്നെ ചെയ്യും, അബ്ദഹു, തൻ്റെ അടിമയെ, അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു തആല പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെ? അബ്ദഹുൽ മുഅ്മിന, മുഅ്മിനായ അള്ളാഹുവിൻ്റെ അടിമയെ, അദ്ദുനിയ ഫിദ്ദുനിയ വഹുവ യുഹിബ്ബുഹു, ആ മനുഷ്യനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നതിനാൽ അള്ളാഹു തആല ആ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരിക്കും. കമാ തഹ്മൂന, നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ, മരീളക്കും, നിങ്ങളിലെ രോഗികൾക്ക്, അത്വാം, എന്ത്? ഭക്ഷണം, അല്ലേ? രോഗികൾക്ക്, രോഗിയായാൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കോ? ഇല്ല. എല്ലാ ഭക്ഷണവും കൊടുക്കോ? ഇല്ല. എന്തേ കാരണം? അത് അവനോട് നമുക്ക് സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വാരി വലിച്ച് കഴിച്ചോട്ടെ എന്ന് പറയും. സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പതുക്കെ കൊടുക്കുകയുള്ളൂ. അതേപോലെ ഈ ദുനിയാവ് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അടിമകൾക്ക്, മുഅ്മിനുകളായ അടിമകൾക്ക് കുറച്ച് കൊടുക്കുകയുള്ളൂ. എന്തേ കാരണം? അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹം കാരണത്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു എന്ത് വിധിച്ചാലും അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ അത് അടയാളമാണ് നമുക്ക് സ്നേഹമുണ്ട് എന്ന്. എന്ത് വിപത്ത് വന്നാലും, എത്ര വലിയ വേദന സഹിക്കേണ്ടി വന്നാലും തൃപ്തി ഉണ്ടാവും. നമ്മുടെ മുഖം എന്തായിരിക്കും? പ്രശോഭിതമായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും അവരൊക്കെ അനുഭവിച്ചിരുന്ന യാതനകളും പീഡനങ്ങളും എത്രമാത്രമായിരുന്നു? മാനസികമായും ശാരീരികമായും അവരനുഭവിച്ചിരുന്ന പീഡനങ്ങൾ. എന്നാൽ അവരുടെ മുഖം കറുത്തിരണ്ടതായിരുന്നോ? ആകെ മങ്ങിയ രൂപത്തിലുള്ള മുഖമായിരുന്നു, പ്രശോഭിതമായ മുഖമായിരുന്നു. അതിൻ്റെ അർത്ഥം അവർ തൃപ്തരായിരുന്നു, അവരുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തരായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നാണ്. അള്ളാഹു എന്ത് വിധിച്ചാലും ആ വിധി സസന്തോഷം സ്വീകരിക്കാൻ തൃപ്തി, വെറുതെ, അതും വിശ്വാസമല്ല, ഞാൻ തൃപ്തിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയലല്ല, മറിച്ച് തൃപ്തിയും എവിടെ നിന്നാണ് വരിക? അതും ഹൃദയത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ് വരിക. അതും പറച്ചിലല്ല, നമ്മൾ മുഴുവൻ പറച്ചിലാണ്, ഇവിടെയാണ് നമ്മൾ ഒതുക്കിയിട്ടുള്ളത്. അതും ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. ഒരു ഉദാഹരണം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പല കഥകളും. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹവും അബ്ദുല്ലാഹിബ്നു ജഹ്ഷും തമ്മിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് വഴിയെ വിശദീകരിക്കാം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് കണ്ണ് നഷ്ടമായി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുസ്തജാബ് ദുആ ആണ്. സഅദ് ബിൻ അബി വഖാസ് അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്ന ഒരു വലിയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല ആ പ്രാർത്ഥന കേൾക്കും എന്ന് മുസ്തജാബ് ദുആ ആയിട്ടുള്ള ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരു ദിവസം മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം ഇരിക്കുന്നു.
ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ചുറ്റും കൂടി മുഅ്മിനുകളായ ആളുകൾ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, സയ്യിദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു, ആളുകളൊക്കെ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിരുന്ന അനുചരൻ ചോദിക്കുകയാണ്, അല്ലയോ, അങ്ങ് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങയുടെ കണ്ണ് തിരിച്ചു കിട്ടാൻ അങ്ങേക്കൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കുതിർന്ന മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ എന്തറിയോ, എനിക്ക് എൻ്റെ കണ്ണ് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം എൻ്റെ റബ്ബിൻ്റെ ഖലാ എന്നിൽ നടക്കുന്നതാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ റബ്ബിൻ്റെ ഖലാ എന്നിൽ നടക്കുന്നതാണ്. അത് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിലേ നടക്കൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തതാണ് സ്വഹാബികൾക്ക്. കൂടെ നടന്നിട്ട് എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. നമുക്കിതുവരെ കാണിച്ചു തരാൻ ആരും ഉണ്ടായില്ല, അതിനാൽ നാം അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആരും ഇതുവരെ ഉണ്ടോ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടുന്ന രൂപം? അതിനാൽ നമ്മൾ സ്നേഹിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൂടെ ജീവിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന്. ഇതാണ് ഒന്നാമത്തെ അടയാളം. ആ ഒന്നാമത്തെ അടയാളത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ബദുവികളായ ആളുകളെക്കുറിച്ച് അറിയാലോ. നാടോടികളായ ആളുകൾ, ഗ്രാമീണരായ ആളുകൾ. സാധാരണ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ നാടോടികളായിരിക്കും. ബദുവികളായ ആളുകൾ ഒരു പ്രദേശത്ത് തമ്പടിക്കും, പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് തമ്പടിക്കും. അങ്ങനെ തമ്പടിച്ച് നാടോടികളായിക്കൊണ്ട് നടക്കുന്ന ഒരു രൂപം അറബികൾക്ക് ഉണ്ട്. അത് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത ശിതാഇ വസ്വൈഫ് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആ വചനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, അതിൻ്റെ വിശദീകരണം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു അറാബിയായ മനുഷ്യൻ, അദ്ദേഹം ഒരു മലഞ്ചെരിവിൽ തമ്പടിക്കുകയാണ്, ടെൻറ്റ് കെട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ടെൻറ്റ് കെട്ടിയതിന് ശേഷം രാവിലെ ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. രാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകം കാണാനില്ല. ഒട്ടകം പോയി. അപ്പോൾ അദ്ദേഹം മക്കളോടും ഭാര്യയോടുമായി കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ടെൻറ്റിനകത്ത് തന്നെ ഇരിക്കണം, പുറത്തേക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകരുത്. ഞാൻ ഒട്ടകത്തെ തേടി അതിനെ പിടിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒട്ടകം നടന്ന വഴി നോക്കി പിന്നാലെ പോയി. കുറേ ദൂരം നടന്നു. അദ്ദേഹം കുറേ ദൂരം നടന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രിയായി. രാത്രിയാകുന്നത് വരെ അദ്ദേഹം ഒട്ടകത്തിൻ്റെ അടയാളം നോക്കി നടന്നു. അങ്ങനെ രാത്രിയായപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ള വഴി നിശ്ചയമാവില്ലല്ലോ, കാരണം വെളിച്ചമില്ലാത്തതിനാൽ. അദ്ദേഹം രാത്രി ആ മരുഭൂമിയിൽ തങ്ങി. തിരിച്ച് വീട്ടിലേക്ക് നാളെ രാവിലെ പുറപ്പെടാം എന്ന ധാരണയിൽ. അങ്ങനെ അദ്ദേഹം രാത്രി കിടന്നപ്പോൾ രാത്രി അതിശക്തമായ കാറ്റും അതിശക്തമായ മഴയും ഉണ്ടായി. ഒരു മലഞ്ചെരിവിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. ശക്തിയായ കാറ്റും ശക്തിയായ മഴയും ഉണ്ടായാൽ മലവെള്ളപ്പാച്ചിലിൽ അതങ്ങോട്ട് ഒലിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ടെൻറ്റും ആ കുടുംബവും ഒലിച്ചു പോകും. കാരണം താഴ്വരയിൽ എന്തുണ്ടാവും? വെള്ളപ്പാച്ചിലുണ്ടാവും. അദ്ദേഹം രാവിലെ പുറപ്പെട്ടു. അദ്ദേഹം താമസിച്ചിരുന്ന തൻ്റെ കുടുംബം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ആരുമില്ല. അദ്ദേഹത്തിന് ഉറപ്പായി അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു വലിയ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം മണ്ണുകളൊക്കെ കുഴിച്ച് നോക്കിയപ്പോൾ ടെൻറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം കണ്ടു. അപ്പോൾ മനസ്സിലായി ടെൻറ്റ് അവിടെ ഉണ്ട്. ആ ടെൻറ്റൊക്കെ പിടിച്ച് പൊക്കി നോക്കി. കുടുംബത്തെ അപ്പുറപ്പുറമൊക്കെ നോക്കി. അവരെങ്ങാനും രക്ഷപ്പെട്ടിട്ട് മലയുടെ മീതെ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അപ്പുറപ്പുറമൊക്കെ നോക്കി. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സംശയമായി. വീണ്ടും കുഴിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും മണ്ണിനടിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. സങ്കടമായി, അദ്ദേഹത്തിന് വേദനയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ ഒട്ടകം തിരിച്ചു വന്നിരിക്കുന്നു. അതെവിടെയോ പോയി എവിടെന്നോ തിരിച്ചു വന്ന ഒട്ടകത്തെ പിടിക്കാനായി അദ്ദേഹം ഓടിച്ചെന്നപ്പോൾ പെട്ടെന്ന് ഒട്ടകം പിൻകാലുകൊണ്ട് അദ്ദേഹത്തെ തൊഴിച്ചു. അദ്ദേഹം തൊഴി ഏറ്റിട്ട് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരു കല്ലിന്മേൽ കൊണ്ടു. കണ്ണ് പൊട്ടുകയും ചോര ഒലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ ആയപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? എൻ്റെ ഭാര്യയും മക്കളും ഇതാ മരിച്ചു കിടക്കുന്നു. എനിക്കാണെങ്കിൽ അപകടം പറ്റിക്കൊണ്ട് രക്തം പോരുന്നു.
അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വരികയും ആ മനുഷ്യൻ്റെ അടുത്ത് ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നമുക്ക് ഇസ്ലാമിലെ ഖലീഫയുടെ അടുത്തേക്ക് പോകാം, മുസ്ലിങ്ങളുടെ ഖലീഫയുടെ അടുത്തേക്ക് പോകാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. ഖലീഫയുടെ അടുത്തേക്ക് ഈ മനുഷ്യൻ ഈ ബദവിയെയും കൂട്ടി പോകുകയാണ്. ഖലീഫയോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് ഖലീഫ ഇരുന്ന് കരയുകയാണ്. ഇത് കേട്ടിട്ട്, ഈ സംഭവങ്ങൾ കേട്ടിട്ട് കരയുകയാണ്. ഖലീഫ ഈ ബദവിയായ സാധാരണക്കാരനായ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണിപ്പം നിങ്ങളുടെ ഹൃദയത്തിലുള്ള വികാരം? എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലെ വികാരം? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, സാധാരണ മനുഷ്യൻ, പഠിച്ചിട്ടില്ലാത്ത മനുഷ്യൻ, അമാ എന്താണെന്നറിയോ, ലൈസ ഫീ ഖൽബി ഇല്ല റിളാ ബിറബ്ബി, എൻ്റെ റബ്ബിനോട് പൂർണ്ണ തൃപ്തിയാണ് എനിക്ക്. എന്തൊക്കെ നേരിട്ടിട്ട്? ഇങ്ങനത്തെ ഒരു ദുരന്തം നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ നേരിട്ടുണ്ടോ? ഇല്ല. ഇത് ഖലീഫയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വികാരമാണ് ആ പറഞ്ഞത്, എൻ്റെ റബ്ബിനോട് എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്. ഇതാണ് ഒന്നാമത്തെ ഫലം. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്ത് വിധിച്ചാലും ഹൃദയപൂർവ്വം അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റും, സ്നേഹമുണ്ട് എങ്കിൽ. ഇപ്പോൾ പറ്റുന്നില്ല എങ്കിൽ, നമ്മൾ ആകെ ബേജാറാണ് എങ്കിൽ, ആകെ ഒരു മീനെ പിടിച്ച് പുറത്തിട്ടാൽ എങ്ങനെ പിടക്കുമോ അതുപോലെയാണ് പ്രശ്നങ്ങൾ വന്ന എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കതിൽ തൃപ്തിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള തൃപ്തിയുടെ ഒരു ഭാഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്നറിയോ? നമുക്ക് അസൂയ ഉണ്ടാവില്ല മറ്റുള്ളവരോട്. എന്താണ് കാര്യം? അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാ നീക്കത്തിലും അവൻ്റേതായ ഹിക്മത്തുകൾ ഉപയോഗിക്കുന്നവനുമാണ്. അള്ളാഹു അറിയാതെയാണോ ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് പണം ഉണ്ടായിട്ടുള്ളത്? അള്ളാഹു അല്ലേ പണം കൊടുക്കുന്നവൻ. അപ്പോൾ എൻ്റെ അയൽവാസിക്ക് ഒരുപാട് പണം, അയാളൊട്ട് നിസ്കരിക്കുന്നുമില്ല, നോമ്പ് നോൽക്കുന്നുമില്ല, ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു മനുഷ്യന് ഭയങ്കരമായ പണം. എനിക്കോ ഉടുതുണിക്ക് മറുതുണിയില്ല. ഞാൻ എന്തിനാ അസൂയപ്പെടണം? അത് ആര് കൊടുത്തതാ? അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ ഖളാണ്. ഞാൻ അതിൽ തൃപ്തനാണ്. അതെനിക്കിഷ്ടമല്ല എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താ? എനിക്ക് അള്ളാഹുവിൻ്റെ ഖളാ ഇഷ്ടമായിട്ടില്ല, അത്ര ഇഷ്ടമായിട്ടില്ല. കുറച്ച് എനിക്കൊക്കെ കിട്ടണമായിരുന്നു, അയാൾക്ക് കുറച്ച് കുറയണമായിരുന്നു. ആ ഖളാ എനിക്കിഷ്ടില്ല എന്നല്ലേ? അള്ളാഹുവിൻ്റെ ഖളായിൽ പരിപൂർണമായിട്ട് എന്ത് തന്നെ ആയാലും തൃപ്തി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ വന്നിട്ടുണ്ടത്. എന്ത്? അള്ളാഹുവേ, നിൻ്റെ ഖളായിൽ തൃപ്തിപ്പെടാൻ എനിക്ക് കഴിയണമേ എന്ന്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ നമസ്കാരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയമൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഖളായിൽ തൃപ്തിപ്പെടാൻ കഴിയുക. അതുകൊണ്ടാണ് സൂറത്തുൽ ബയ്യിനയിൽ സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹും വ റളൂ അൻഹു, റളിയല്ലാഹു അൻഹും, അള്ളാഹ്ക്ക് ആ ആളുകളെ തൃപ്തിയാണ്, അവർക്ക് അള്ളാഹുവിനെയും തൃപ്തിയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, തിരിച്ചും അവർക്ക് അള്ളാഹുവിനെ തൃപ്തിയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടണമെങ്കിൽ എന്ത് വേണം? വെറുതെ തൃപ്തിപ്പെടലല്ല, സ്നേഹിക്കാൻ കഴിയണം. സ്നേഹിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിമുളക്കുന്നൊരു പൂവാണ് എന്ത്? സ്നേഹം, തൃപ്തി. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിമുളക്കുന്ന ഒരു പൂവാണ് എന്ത്? തൃപ്തി. അള്ളാഹുവിനെ തൃപ്തിപ്പെടും. അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ പൂവ് അത്തലദ്ദുദു ബിൽ ഇബാദത്തി വസുറഅത്തിൽ മുബാദറത്തി ഇലൈഹാ. ഈ വിഷയം മതി. അത്തലദ്ദുദു ബിൽ ഇബാദ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒരു വലിയ സ്വാദ് നമുക്ക് കിട്ടും. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വലിയ സ്വാദ്. അതെന്താ? അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മനുഷ്യന്മാരോട് കാണിക്കുന്ന നമ്മുടെ സ്നേഹം ഉണ്ടാവൂലേ? നമുക്ക് മനുഷ്യരിൽ പല ആളുകളോടും സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹം നമുക്കുള്ള സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അത് പ്രയാസമുള്ളതാണെങ്കിലും ചെയ്യുമ്പോൾ നമുക്കെന്തോ ഒരു തൃപ്തിയായിരിക്കും. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമില്ലേ? ഉണ്ടല്ലോ. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഓഹ് എന്ത് കഷ്ടമാണ് എന്ന് പറയലാണോ, അതോ അതിൽ തൃപ്തിയാണോ? അത് ആസ്വദിക്കുകയാണോ ചെയ്യുക? മക്കൾക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുമ്പോൾ പോലും ഉമ്മയും ഉപ്പയും ആസ്വദിക്കുകയാണതിൽ. മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത്. സത്യത്തിൽ അള്ളാഹു തആല അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോൾ എന്തുണ്ടാകും? ആസ്വാദനമുണ്ടാകും. അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആസ്വാദനമുണ്ടാകും. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള താഅത്തിൽ മുഴുവൻ നമുക്ക് എന്ത് കിട്ടും?
ആസ്വാദനം കിട്ടും. അതെന്ത് വേണം? സ്നേഹം ആദ്യം ഇവിടെ മുളപ്പിക്കണം. സ്നേഹത്തിൻ്റെ വിത്തുകൾ നമ്മൾ പാകണം. എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ വെറുതെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ധിക്കരിക്കാതിരുന്നാൽ, അനുസരിച്ചു കൊണ്ടിരുന്നാൽ അതിന് ഫലങ്ങൾ കാണില്ല. നമ്മളുടെ ഹൃദയത്തിൽ അതിന് ഫലങ്ങൾ കാണാൻ നമുക്ക് കഴിയില്ല. ഹൃദയത്തിൽ ഫലങ്ങൾ കാണണമെങ്കിൽ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കുമ്പോൾ എന്ത് കാണും? ഫലങ്ങൾ കാണും. അതിൽപ്പെട്ട രണ്ടാമത്തേതാണ് എന്ത്? അള്ളാഹു പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി, ഒരു സുഖം, ഒരു ആസ്വാദനം, ഒരു സ്വാദ്, അത് നമുക്ക് അള്ളാഹുവിനനുസരിക്കുമ്പോൾ കിട്ടും. അത് തന്നെ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 40 ദിവസം നോമ്പ് നോറ്റിട്ടാണ് സീനാ പർവ്വതത്തിലേക്ക് പോകേണ്ടത്. മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ധൃതിയിൽ പോയി. 40 ദിവസവും തികയാൻ നിന്നില്ല, വേഗം പോയി. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചു മൂസ അലൈഹിസ്സലാമയോട്, മൂസ ഇതെന്താണിത്? 40 ദിവസം എന്ന് പറഞ്ഞിട്ട് നീ വേഗം വന്നത് എന്താ നിൻ്റെ സമൂഹത്തെ കൂട്ടാതെ നീ വന്നത്? അപ്പോൾ മൂസ അലൈഹിസ്സലാം പറയാണ്, വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഞാൻ ധൃതി കൂട്ടി വന്നത് എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ഇനി എന്തൊക്കെയാണ് അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യരുത് എന്ന് നമുക്ക് ധൃതിയിൽ നോക്കി അതെങ്ങനെ ജീവിതത്തിൽ പകർത്താൻ തോന്നും, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ. അങ്ങനെ അള്ളാഹുവിനോടുള്ള താഅത്തുകൾ ധൃതിയിൽ ചെയ്യാൻ ഓരോന്ന് ഇനി എന്താണെന്ന് നോക്കാൻ നമുക്ക് തോന്നും. മൂന്നാമത്തേത് അശ്ശൗഖു ഇലാ ലിഖാഇല്ലാ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് അതിയായി കൊതിയുണ്ടാവും. എനിക്ക് എൻ്റെ റബ്ബിനൊന്ന് കണ്ടാൽ മതി തോന്നുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട് എന്നതിൻ്റെ നിങ്ങൾക്കറിയാം. നമ്മൾ ഇവിടെ പല ആളുകളും ഗൾഫിലേക്ക് പോകാറുണ്ട് അല്ലേ? ഗൾഫിൽ പോയി അവർ മടങ്ങി വരുന്ന സമയത്ത് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മക്കളോ നമ്മുടെ ഉപ്പമാരോ ഉമ്മമാരോ നമ്മുടെ അടുത്ത ബന്ധുക്കൾ, നമ്മളുമായി ഹൃദയബന്ധമുള്ള ആളുകൾ തിരിച്ചു വരുന്നു എന്ന് കേട്ടാൽ അവരെ കാണാൻ ഒരു കൊതി ഉണ്ടാവില്ലേ? ഇല്ലേ? തീരെ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുമായിട്ട്, അതായത് നമ്മൾ തീരെ കാണാറും സംസാരിക്കാറുമില്ല, അവരെ കാണാൻ നമുക്കൊരു കൊതി ഉണ്ടാവില്ലേ? അതിനേക്കാൾ വലിയ കൊതി ഉണ്ടാകണം അള്ളാഹുവിനെ കാണാൻ. സത്യത്തിൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു കൊതിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മരിച്ചു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ അടുത്ത് സ്വർഗത്തിലൊക്കെ പോകണം എന്നൊരു വിചാരമുണ്ട് എന്നതല്ലാതെ എനിക്ക് എൻ്റെ റബ്ബിനൊന്ന് കാണണം, അത് നമ്മുടെ മനസ്സിലില്ല എങ്കിൽ, ഹൃദയത്തിലില്ല എങ്കിൽ സ്നേഹം ഇല്ല എന്നർത്ഥം. സ്നേഹം വരണം. ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മുഅ്മിനല്ല എന്ന് കരുതരുത്. സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? നട്ടു വളർത്താനുള്ള മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. പക്ഷേ സ്നേഹം ഉണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത് തന്നെ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്ന അഹിബ്ബ അല്ലാഹി, അള്ളാഹുവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഹും അവരാണ് യഥാർത്ഥത്തിൽ അല്ലദീന വറസുൽ ഹയാത്ത ത്വയ്യിബ. ഇവിടെ ആരുമില്ല? 9918 ഹുമുല്ലദീന വറസു അൽ ഹയാത്ത ത്വയ്യിബ. സത്യത്തിൽ അവരാണ് സംശുദ്ധമായ ഒരു ജീവിതം നേടിയ ആളുകൾ. ആര്? അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു അടിപൊളി ജീവിതം, നല്ല ഒരു ജീവിതം നേടിയ ആളുകൾ. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ. ആ ആളുകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അവരിൽ സംശുദ്ധമായ ഒറിജിനൽ ജീവിതം, നല്ല ആസ്വാദ്യകരമായ ഒരു ജീവിതം നേടിയവർ ആരാണ്? അള്ളാഹുവിനെ സ്നേഹിച്ചവരാണ്. എന്തേ കാരണം? ദാഖൂ നഈമഹ, ഈ ലോകത്തെ ഈ ജീവിതത്തിലെ സുഖങ്ങൾ, സ്വാദുകൾ ആസ്വദിച്ചവരാണവർ. ഇവിടുത്തെ സുഖം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ സൗകര്യങ്ങൾ, ഈ ജീവിതത്തിലെ നിഅമത്തുകൾ ആസ്വദിച്ചവരാണവർ. അതെന്താണ്? വസലു ഇലൈഹി ബിമാ വസലു ഇലൈഹി മിൻ മുനാജാതി ഹബീബിഹിം, അവരുടെ ഹബീബിനോട് സംസാരിക്കാൻ കഴിഞ്ഞ ആളുകളാണ്. അങ്ങനെ ഈ ലോകത്തെ നിഅമത്തുകൾ ആസ്വദിച്ചവരാണ്. അവരുടെ ഹബീബാരാ?
അള്ളാഹു. ആ അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റിയവരാണ് ആര്? യഥാർത്ഥ ജീവിതം ആസ്വദിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ആസ്വദിക്കുന്നില്ല എങ്കിൽ നമ്മൾ തിരുത്തണം എന്നർത്ഥം. നമ്മുടെ ആ ജീവിതശൈലി തിരുത്തണം. വബിമാ വജതു, മാത്രമല്ല അവർക്ക് ഒരു വലിയ നല്ല സംശുദ്ധമായ ജീവിതമുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? വബിമാ വജതു മിൻ ഹലാവത്തിൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ആ ജീവിതത്തെക്കുറിച്ചുള്ള മാധുര്യം അവർ നുണർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഏത് സമയവും ഹൃദയത്തിലാണ് മാധുര്യം. ആ ഹൃദയ മാധുര്യം നുകർന്നുകൊണ്ടായിരിക്കും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയാണ്. നമുക്ക് മുന്നുണ്ടായിരുന്ന സലഫു സാലിഹുകളുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരൊക്കെ ഇങ്ങനെ ഒരു ജീവിതമാണ് ആസ്വദിച്ചിരുന്നത്, ഇങ്ങനെ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തേത് അത്തളിഹിയതു മിൻ അജലിഹി വൽ ജിഹാദു ഫീ സബീലിഹി, അള്ളാഹുവിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുക. അത് സ്വജീവിതമാണെങ്കിലും സ്വജീവനാണെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകും. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കി, ചില ആളുകളോടുള്ള സ്നേഹം മൂത്ത് ആരാധനയെത്തും. എന്നിട്ടോ അവർക്ക് വേണ്ടി ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? എന്താണത്? സ്നേഹം മൂത്തിട്ട്. അതേപോലെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ നാം സ്നേഹിച്ചാൽ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവൻ പോലും പണയപ്പെടുത്താൻ നമ്മൾ തയ്യാറാകും. ഉറപ്പാണ്. നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നാത്തത്? അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ. ഒരു ചെറിയ കാര്യം പോലും ത്യജിക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ. ഒരു ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് ത്യജിക്കാൻ പറ്റണില്ല? അള്ളാഹുവിനോട് സ്നേഹമില്ല. അതിനാൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും നിങ്ങളുടെ വളർന്നു വരുന്ന മക്കളെയെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് വളരാൻ അവരെ പഠിപ്പിക്കണം. അവർ അള്ളാഹുവിനെ സ്നേഹിച്ച് വളരട്ടെ. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകുന്ന, ഹൃദയത്തിൽ പൂക്കുന്ന, വളർന്നു പൊന്തി പൂക്കുന്ന പൂക്കളാകട്ടെ ഓരോരോ ഇബാദത്തുകൾ. അതവരാസ്വദിക്കും. അതിൽ നിന്ന് അവരൊരിക്കലും തെന്നിമാറുകയില്ല. ഏത് ആളുകൾ പിടിച്ച് അവരെ കൊണ്ട് ഏത് കച്ചറയിലേക്ക് കൊണ്ടിട്ടാലും അവിടെ പുഷ്പിക്കുന്ന പുഷ്പമായി അവർ വളരും. കാരണം അള്ളാഹുവിനോടുള്ള മഹബത്ത് അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ദിവസം മദീനയിലിരിക്കുമ്പോൾ അവർക്ക് മുന്നിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. മക്കയിലെ വലിയ ധനികനായ ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലൂടെ നടന്നാൽ ആ നാട്ടിലെ സ്ത്രീകൾ കൊതിക്കുമായിരുന്നു മിസ്അബിനെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്ന്. അത്രയും സൗന്ദര്യവും അത്രയും പണവും അങ്ങനത്തെ സുഗന്ധവുമായാണ് അദ്ദേഹം പൂശി നടന്നിരുന്നത്, ആ മിസ്അബ് ഇബ്നു ഉമൈർ. അങ്ങനെ അദ്ദേഹം നടന്നു പോകുമ്പോൾ, മദീനയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ആടിൻ്റെ കമ്പിളി പുതച്ചിട്ട്, ഒരു തുണി പുതച്ചിട്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത്. ഒരു ചെറിയ കമ്പിളി പുതക്കാൻ, അത് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അത് പുതച്ചിട്ട് അദ്ദേഹം അതിൻ്റെ മുന്നിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചിട്ട് പറയാണ്, ഉൻദുറു ഇലാ ഹാദർ റജുൽ, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് നോക്ക്, മിസ്അബ് ഇബ്നു ഉമൈറിനൊന്ന് നിങ്ങൾ നോക്ക് ഇപ്പോൾ മിസ്അബ് ഇബ്നു ഉമൈറിനെ. എന്ത്? ഖദ് നവ്വറല്ലാഹു ഖൽബഹു, അദ്ദേഹത്തിൻ്റെ ഹൃദയം അല്ലാഹു എന്താക്കി? പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു. വലഖദ് റഅയ്തുഹു ബൈന അബവൈഹി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കിടയിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മിസ്അബിനെ. എവിടുന്ന്? മക്കയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ബി അത്യബി ത്വആം യുഗ്ദിയാനിഹി ബി അത്യബി ത്വആം, അന്ന് മക്കയിൽ കിട്ടുന്ന ഏറ്റവും സ്വാദിഷ്ടമായ, ഏറ്റവും സമ്പുഷ്ടമായ ഭക്ഷണം പാനീയവും നൽകിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളർത്തിയിരുന്നത്. പക്ഷേ ഫദആഹു ഹുബ്ബുല്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ വിളിച്ചു. വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹവും അദ്ദേഹത്തെ വിളിച്ചു. എങ്ങോട്ടേക്ക്? ഇലാ മാ തറൗൻ, ഇപ്പം നിങ്ങൾ കാണുന്ന രൂപത്തിലേക്ക്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ നമ്മൾ ഒരുങ്ങും, എന്തും ത്യജിക്കും.
അത് എന്താണെങ്കിലും ജീവിതത്തിൽ ഒന്നും വലുതായി തോന്നൂല അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി. അതിനൊരു ഉദാഹരണം പറയാൻ പറ്റും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഉദാഹരണമാണ്, അതല്ലാതെ അള്ളാഹുമായിട്ട് തട്ടിച്ചു നോക്കാനുള്ള ഉദാഹരണമല്ല. വിവാഹിതരായ 2 യുവമിഥുനങ്ങൾ അവരിങ്ങനെ നടന്നു പോവുകയാണ്. വിവാഹിതരായ ആദ്യത്തെ നാളുകളിൽ ഉറപ്പാണ് അതിരറ്റ സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യ, യുവതിയായ തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ മനുഷ്യൻ ചെയ്യൂ. തൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ ചെയ്യോ, ആ സ്ത്രീ ചെയ്യോ? ചെയ്യില്ല. എന്താ കാരണം? സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സ്നേഹം കാരണത്താൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യില്ല. മറിച്ച് അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൽ ഒരു വലിയ സ്വാദ്, ഒരു വലിയ സുഖം അവർക്ക് അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിച്ചവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. 5-ാമത്തേത് അർറജാഉ വത്തമഉ ഫീമാ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ ആഗ്രഹിക്കാൻ കഴിയുക. കാരുണ്യമാകട്ടെ, അള്ളാഹുവിൻ്റെ സ്വർഗമാകട്ടെ, എന്തുമാകട്ടെ, അള്ളാഹുവിൻ്റെ അടുത്തുള്ളത്, എൻ്റെ റബ്ബിൻ്റെ അടുത്തുള്ളത് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. ചില സൂഫികളായ ആളുകൾ അള്ളാഹുവിനോടുള്ള സ്നേഹം പറയും, എന്നിട്ട് അള്ളാഹുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഈ പറഞ്ഞ വികാരങ്ങളൊന്നും അവരിൽ കാണാറില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവർ സ്നേഹിക്കുന്നു എന്നല്ല പറയാ, പ്രേമിക്കുകയാണെന്നാണ് പറയാ. കാമുകന്മാരുടെ പ്രേമമായിട്ടാണ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ അവർ ഉപമിക്കുന്നത്. അള്ളാഹു തആല സുബ്ഹാനാണ് അതിൽ നിന്നെല്ലാം. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രേമമല്ല, അത് നിഷ്കളങ്കമായ ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത സ്നേഹമാണ് അള്ളാഹുവിനോട് വേണ്ടത്. അങ്ങനെ ഈ സൂഫിയാക്കൾ പറയും, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്താകരുത്? അള്ളാഹുവിൻ്റെ സ്വർഗം കൊതിക്കരുത്. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ വലിയ വിഡ്ഢിത്തരമാണ്. കാരണം എന്താ? അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ സ്വർഗം എനിക്ക് വേണ്ടാന്ന് എങ്ങനെ ഞാൻ പറയും? എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന പത്തിരി എനിക്ക് വേണ്ട, ബിരിയാണി എനിക്ക് വേണ്ട, ഭക്ഷണ സാധനങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും, ഞാനൊന്നും കഴിക്കാതിരുന്നോളാം എന്ന് പറയൂ? ഉമ്മാനോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് എനിക്ക് വേണം എന്നല്ലേ പറയാ? അതേപോലെ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, റബ്ബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, റബ്ബ് തരുന്നത് കൈനീട്ടി സ്വീകരിക്കാൻ നമ്മൾ അതിനു വേണ്ടിയുള്ള ഫക്കീറുകളാകണം, അതിനു വേണ്ടി യാചിക്കുന്നവരാണ്. എൻ്റെ റബ്ബ് എനിക്ക് തരുന്ന സ്വർഗം എനിക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. സ്നേഹത്തിൽ അതിരുകടന്ന ആളുകൾ, സ്നേഹിച്ചുകൊണ്ടല്ല അതിര് കടക്കുന്നത്, അവർ വേറൊരു ലോകത്താണ്. അവരാണ് സൂഫികൾ. അവർ അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിന് ഇബാദത്തൊന്നും അവർ പ്രശ്നമാക്കൂല. ഇബാദത്തൊന്നല്ല, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സ്നേഹം വേണം. ആ സ്നേഹം അതിര് കവിച്ചിലാകാൻ പാടില്ല. എങ്ങനത്തെ അതിര് കവിച്ചിൽ? സ്നേഹിക്കുക എന്നിട്ട് സ്നേഹത്തിൻ്റെ ഫലങ്ങളുമൊന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, അത് പാടില്ല. എന്നാലോ സ്നേഹമില്ലാതിരിക്കാനും പാടില്ല. സ്നേഹം വേണം, അതിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുകയും വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം നമ്മൾ കൊതിക്കണം. അതെന്തിനാണ്? അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റബ്ബിനെ കാണാൻ പറ്റൂ. റബ്ബിനെ കാണണമെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. പിന്നെ ആ സ്വർഗം വേണ്ടെന്ന് ആരാ പറയാ? അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുക തന്നെ വേണം. 6-ാമത്തേത്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നൊരു കാര്യമാണ് അൽ ഹയാഉ മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് ലജ്ജ തോന്നും നമുക്ക്. എന്തെങ്കിലും ചെയ്യുമ്പോൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ ലജ്ജിക്കാറുണ്ടോ? കാരണം നാം ചെയ്യുന്ന എല്ലാതും അള്ളാഹ് കാണുന്നുണ്ടോ? എല്ലാതും, നമ്മൾ ബാത്റൂമിൽ കയറുന്നതും എല്ലാതും സർവ്വതും അള്ളാഹു തആല കാണുന്നുണ്ട്. എങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ അത് ഇരുട്ടിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആരും കാണാത്ത നേരത്ത്, ആരും അറിയാത്ത സമയത്ത്, ഇരുട്ടറകൾക്കുള്ളിൽ നിന്നിട്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്താൽ പോലും അള്ളാഹു അത് കാണില്ലേ? അത് കാണും. പിന്നെ എന്തേ നാണം വരാത്തത് അള്ളാഹുവിനോട്? അള്ളാഹുവിനോടാണല്ലോ ഞാൻ ഈ കാണിക്കുന്നത് റബ്ബേ എന്നൊരു നാണം നമ്മുടെ ജീവിതത്തിൽ വരണം, ഹൃദയത്തിൽ വരണം. അപ്പം അത് വിടും, അത് വിട്ടുപോകും. അപ്പോൾ 6-ാമത്തേത്, അള്ളാഹുവിൽ നിന്ന് നാണമുണ്ടാകും. എന്തും കരുതി അള്ളാഹുവിൽ നിന്ന് നാണമുണ്ടാകുന്ന കരുതി ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറ്റില്ല എന്നല്ല, മറിച്ച് തെറ്റുകൾ ചെയ്യാൻ നമ്മൾ മുതിരില്ല. ആ സമയത്ത് അള്ളാഹുവിനോടുള്ള നാണം നമ്മിൽ, ഇതൊക്കെ വികാരമാണ്. നാണം എന്ന് പറഞ്ഞാൽ മുഖത്ത് കാണിക്കലാണോ, പറച്ചിലാണോ? അല്ല. അതെവിടെന്നാ?
ഹൃദയത്തിൽ നിന്നാണ് നാണം വരുന്നത്. അങ്ങനെ നാണം അള്ളാഹുവിനോട് കാണിക്കാൻ നമുക്ക് തോന്നും. പിന്നെ 7-ാമത്തേത് അഷ്ഷഫഖത്തു അലൽ ഖൽഖ്, മറ്റ് സൃഷ്ടികളോട് നമുക്ക് അനുകമ്പയുണ്ടാകും. അത് സ്നേഹമുള്ളവർക്കേ ഉണ്ടാകൂ എന്നുള്ളത് ഉറപ്പാണ്. മറ്റ് സൃഷ്ടികളോട്, മറ്റ് ജീവനങ്ങളോട്, മറ്റു മനുഷ്യരോട് അനുകമ്പയോടുകൂടി പെരുമാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം എന്ന വികാരം ഉണ്ടാകണം. അല്ലാത്തവർക്ക് ഒരു കാരണവശാലും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഭൗതികരായ ആളുകൾ പോലും പറയുന്നതാണ്, സ്നേഹം എന്ന വികാരം ഇല്ലാത്ത ഒരു മനുഷ്യന് അത് ചെയ്യാൻ കഴിയില്ല എന്നും. നോക്ക്, പരിശുദ്ധ ഖുർആനിൽ ഞാൻ ആദ്യം ഓതിയ ആയത്തിൽ അള്ളാഹു തആല പകരം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ ഒരു ജനതയെ. അവരല്ലാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് പിന്നെ പറഞ്ഞ ഗുണം എന്താ? അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് അനുകമ്പാപൂർവമായി പെരുമാറുന്നവരായിരിക്കും. നമ്മളൊക്കെ ഒരുപാട് മുഅ്മിനുകളെ കാണാറുള്ളതാണല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ അനുകമ്പയോട് കൂടിയിട്ടാണോ പെരുമാറാറ്, ഒരു എതിർ ദിശയിലാണോ പെരുമാറാറ്? കണ്ടില്ലേ കോലം, അങ്ങനെയാണോ പറയാറ്? അതോ അനുകമ്പയോട് കൂടിയിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കാം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. എന്താണ് നമ്മൾ ചെയ്യാറ്? മറ്റ് സൃഷ്ടികളോട് നമുക്ക് അനുകമ്പയുണ്ടാകാറുണ്ടോ? ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. നോക്ക്, പ്രവാചകന്മാരായി വന്നിട്ടുള്ള നബിമാരായി, റസൂലുകളായി വന്നിട്ടുള്ള നബിമാരുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്ക്. അവിടെയൊക്കെ റസൂലുകൾ, അവിടെയൊക്കെയുള്ള നബിമാർ അവരുടെ ജനതയോട് പറഞ്ഞിരുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സ്നേഹം കൊണ്ടാണ് അവരാ പറയുന്നത്, ശഫക്കത്ത് കൊണ്ട്, അനുകമ്പ കൊണ്ട്, കാരുണ്യം കൊണ്ടാണ് ആ പറഞ്ഞത്. നോക്ക്, യാ ഖൗമി അബ്ദുല്ലാഹ്, നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയണേ, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, യാ യുഹന്നാസ് എന്നല്ല പറയുന്നത്, എൻ്റെ ജനങ്ങളെ. ഇദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട് എൻ്റെ മക്കളെ എന്ന് വിളിക്കില്ലേ, അതേപോലെ എൻ്റെ ജനങ്ങളെ, ഉബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുവിൻ, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇലാഹ് ഇല്ല, അതിനാൽ അള്ളാഹിനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. ഇന്നി അഖാഫു, എനിക്ക് ഭയമാണ്. നോക്കിയേ, ആ സ്നേഹം വന്നതിൻ്റെ വികാരമാണ് കാണുന്നത് നൂഹ് അലൈഹി സ്വലാമിൽ. ഇന്നി അഖാഫു, എനിക്ക് ഭയമാണ്. എന്ത്? അലൈക്കും അദാബ യൗമിൻ അലീം, ഒരു മഹത്തായ ദിവസത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്ന് എനിക്ക് പേടിയാണ്. ഈ മനുഷ്യന്മാർക്ക് പേടിയില്ല, എനിക്ക് പേടിയാണെന്ന് നൂഹ് അലൈഹി സ്വലാം പറയണമെങ്കിൽ ആ ജനതയോട് സ്നേഹമായിരുന്നോ, കാരുണ്യമായിരുന്നോ, വെറുപ്പായിരുന്നോ? സ്നേഹം. ആ ജനതയോട് സ്നേഹവും അനുകമ്പയുമായിരുന്നു നൂഹ് അലൈഹിസ്സലാം. ഓരോ നബിമാരുടെയും കാര്യങ്ങൾ എടുത്തു നോക്ക്. യാ ഖൗമി ഇത്തബിഊനി അഹ്ദികും സബീല റഷാദ്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്ക്, ഞാൻ നിങ്ങൾക്ക് നേരായ വഴിയിലൂടെ ഞാൻ കാണിച്ചു തരാം, സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം എന്നവർ പറയുന്നു. യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ്, അല്ലയോ എൻ്റെ ജനങ്ങളെ, അഹ്സാബ് ദിവസം ജനങ്ങൾക്ക് ബാധിച്ച ഒരു വിപത്ത് നിങ്ങൾക്ക് വരുന്നത് എനിക്ക് പേടിയാണ്, അതിനാൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് നബിമാർ പറയുന്നു. വയാ ഖൗമി ഇന്നി മാലി അദ്ഉകും ഇലൻ നജാത്ത്, എൻ്റെ ജനങ്ങളെ, ഞാൻ വിളിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നത്. വതദഊനി ഇലന്നാർ, നിങ്ങൾ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കുമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാര്യം നോക്ക്. സൂറത്ത് അൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്, വലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. റസൂലേ, അങ്ങ് ആ ആളുകൾ, ഈ മുശ്രിക്കുകളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ വിശ്വസിക്കാത്തതിൽ സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തകർക്കുമാറായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയം വിങ്ങി 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 പൊട്ടുമാറായിരിക്കുന്നു എന്ന് ആര് പറയുന്നു? അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച്. എന്ത് കാരണത്താൽ? എൻ്റെ ജനത എന്നെ അംഗീകരിക്കാത്തതിനാലല്ല, സ്വർഗത്തിൽ അവർ നരകത്തിലേക്ക് പോകുമെന്നതിനാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു ചരിത്രം, ഒരു സംഭവം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു യഹൂദിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ആ കുട്ടിക്കൊരു അസുഖം വന്നിട്ട് മരിച്ചു പോകാൻ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ബാലൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, മോനെ അസ്ലിം,
നീ ഒന്ന് മുസ്ലിമാവ് എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് യഹൂദിയായ അതിൻ്റെ ഉപ്പാടെ മുഖത്തേക്ക് നോക്കി, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, അത്യ അബൽ ഖാസിം, അബൂ ഖാസിമിനെ അനുസരിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിച്ചോ. ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന്, ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ അൻജാഹു മിനന്നാർ. ഈ കുഞ്ഞിനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. ആ കുഞ്ഞ് മുസ്ലിമായി, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലൊരു പേരെഴുതാനാണോ? അല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. നമ്മൾ ആരെ ഉപദേശിക്കുകയാണെങ്കിലും ആരോടെന്ത് പറയുകയാണെങ്കിലും നമ്മുടെ മനസ്സിലെ വികാരം ഇതായിരിക്കണം. എന്ത്? അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. അപ്പോൾ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്തായിരിക്കും? അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം, ദഅവത്ത് പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. കാരണം എന്താ? അത് ഈ വികാരത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ മനുഷ്യർ ഈ ദുനിയാവിൽ എന്ത് ദുരിതം അനുഭവിച്ചാലും അത് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരലോകത്ത് തീയിൽ കിടന്ന് വെന്താളുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു വികാരമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു വികാരമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രകടമാകുക. ആരോടും പ്രകടമാവുക. അതാണ് 8ാമത്തേത്. അൽ ഗീറത്തു ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈർഷ്യത കാണിക്കും. ഈർഷ്യത എന്ന് പറഞ്ഞാൽ കോപമോ ദേഷ്യമോ അല്ല. അള്ളാഹുവിന് ഇഷ്ടമില്ല ഒരു സംഗതി, അത് ഞാൻ ചെയ്താൽ, എൻ്റെ അടുത്തുള്ളവർ ചെയ്താൽ നമുക്കെന്തായിരിക്കും? പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഈർഷ്യത. അത് നമുക്കുണ്ടാകും അള്ളാഹുവിന് വേണ്ടിയിട്ട്. അതാണ് മൻ അഹബ്ബലില്ലാ. അള്ളാഹുവിന് വേണ്ടി ആരിഷ്ടപ്പെടുന്നുവോ അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക. അതെന്താ കാരണം? അള്ളാഹുവിന് വേണ്ടി ആ ഈർഷ്യത നമ്മുടെ മനസ്സിൽ, ആ ഗീറത്ത് ഉണ്ടാകുമ്പോഴാണ് അതുണ്ടാകുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്കിഷ്ടമില്ല. ആ രൂപത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയും അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ. 9ാമത്തേത്, ഏറ്റവും അവസാനമായിട്ട് പറയാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ചുരുക്കി 9ാമത്തെ ഒരു ഗുണം, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹു മതി എന്ന ഒരു വികാരമുണ്ടാകും. എനിക്ക് റബ്ബ് മതി. അൽ ഗിനാ ബില്ലാ. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും വേണ്ട. എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു, നാട്ടുകാരുപേക്ഷിച്ചു, ആരുപേക്ഷിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ റബ്ബുണ്ടോ എൻ്റെ കൂടെ? എൻ്റെ റബ്ബിനെ എന്നെ മനസ്സിലാക്കാൻ കഴിയുമോ? റബ്ബിനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ റബ്ബും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. എങ്കിൽ എന്തില്ല? എനിക്ക് പ്രശ്നമില്ല. അൽ ഗിനാ ബില്ലാ വല്ലാഹു ഖൈറുൻ വ അബ്ക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിൽ പറഞ്ഞു, അല്ലാഹു ഖൈറുൻ വ അബ്ക. എന്നെന്നും അവശേഷിക്കുന്നവനും ഏറ്റവും നല്ലത് ആരാണ്? അള്ളാഹുവാണ്. ആര് തൃപ്തിപ്പെട്ടാലും ആര് തൃപ്തിപ്പെട്ടില്ലെങ്കിലും അള്ളാഹു ഉണ്ടോ അത് മതി. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഗുഹയിലെ ഇരിക്കുമ്പോൾ, ലാ തഹ്സൻ, സങ്കടപ്പെടണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മെ കൂടെയുണ്ട്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസ അലൈഹി സ്വലാം പറഞ്ഞില്ലേ? അതൊക്കെ കാരണം എന്താ? അള്ളാഹുവിനോടുള്ള സ്നേഹം. ഇത്രയും ഈ പറഞ്ഞ 9 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്നേഹമുണ്ട് അള്ളാഹുവിനോട്, യഥാർത്ഥ സ്നേഹമുണ്ട്. കാണുന്നില്ല എങ്കിൽ സ്നേഹം വന്നിട്ടില്ല. സ്നേഹമുണ്ട് എന്ന് നമ്മൾ ധരിച്ചു പോരുകയാണ്. കുറേ നാളായി നമ്മൾ ധരിക്കുന്നു എന്ത്? അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നു. അതിനാൽ അള്ളാഹുവിനോട് എങ്ങനെ സ്നേഹം നമുക്ക് വരും? ഇനി എങ്ങനെ വരുത്തണം? അള്ളാഹുവിനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം, ഹൃദയത്തിൻ്റെ വികാരമായ സ്നേഹം കാണിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് ഉറപ്പാണ്. എങ്ങനെ സ്നേഹിക്കും? ആദ്യം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയലിലൂടെ നമുക്ക് സ്നേഹമുണ്ടാകും. നിങ്ങളോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? മാതാവിനെ, പ്രത്യേകിച്ചും ഉമ്മമാരെ സ്നേഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ലോകത്തുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ? എന്തുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കുന്നു? പറയൂ. എന്തിനാണ് ഉമ്മയെ സ്നേഹിക്കുന്നത്? ഉമ്മ പറയേ. ഇതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ. എൻ്റെ ഉമ്മ എന്നെ 9 മാസം ഗർഭം ചുമന്നു,
വേദനകൾക്ക് മീതെ വേദനകൾ, പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ ഉമ്മ എന്നെയും ചുമന്ന് നടന്നിരുന്നത്. അങ്ങനെ വേദനയ്ക്ക് മീതെ വേദനയായിക്കൊണ്ട് പ്രസവിക്കുകയും ചെയ്തു. പിന്നെ എന്നെ മുലയൂട്ടി വലുതാക്കി. പിന്നെ എൻ്റെ ഉമ്മാക്ക് എത്ര രാവുകളായിരുന്നു ഉറക്കമില്ലാത്തത് ഞാൻ കരഞ്ഞത് കാരണത്താൽ, എനിക്ക് പ്രയാസമുണ്ടായത് കാരണത്താൽ, എനിക്ക് അസുഖമായത് കാരണത്താൽ എത്രമാത്രം രാത്രികൾ എൻ്റെ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്കിഷ്ടമുള്ള എത്രയോ ഭക്ഷണങ്ങൾ എൻ്റെ ഉമ്മ എനിക്കുണ്ടാക്കി തരുന്നു. എൻ്റെ ഇഷ്ടമാണ് നോക്കാറ്, എൻ്റെ ഉമ്മയുടെ ഇഷ്ടമല്ല നോക്കാറ്. എനിക്കിഷ്ടം ഇഡ്ഡലിയാണെങ്കിൽ ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കും, അല്ലേ? ദോശയാണെങ്കിൽ ദോശ ഉണ്ടാക്കും. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഉമ്മ നോക്കാറ്. ഞാൻ ചോദിക്കുന്നതെല്ലാം എൻ്റെ ഉമ്മ എനിക്ക് വാങ്ങിത്തരും. അതേപോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എൻ്റെ ഉമ്മ, നിഴലായി എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. എനിക്ക് നല്ലത് വരണമെന്ന് എൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്നു. ലോകത്തൊരു മനുഷ്യനും എന്നേക്കാൾ വലുതാവണമെന്ന് ആഗ്രഹിക്കാറില്ല, ഇല്ലേ? ഞാൻ എന്നേക്കാൾ വലുതാകണമെന്ന് ഞാൻ ഒരാളെയും സമ്മതിക്കില്ല, എൻ്റെ മകനെയല്ലാതെ, എൻ്റെ മകളെയല്ലാതെ. നമ്മുടെയൊക്കെ ഉമ്മമാർ അങ്ങനെയാണ്, അവരെക്കാൾ വലുതാവണം എന്നാണ് ആഗ്രഹിക്കാറ്. അതിനാലാണ് നാം ഉമ്മയെ സ്നേഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി ഈ ഓരോ പോയിന്റിലും വെച്ചിട്ട് അള്ളാഹുമായിട്ടൊന്ന് തട്ടിച്ചു നോക്ക്. എവിടെയാണ് അള്ളാഹു ഇല്ലാത്തത് ഈ പറഞ്ഞതിൽ? ഉമ്മ കിടന്നുറങ്ങാറുണ്ട്, അള്ളാഹു ഉറങ്ങാറില്ല, നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിലാകുമ്പോൾ ആരാ സംരക്ഷിച്ചിരുന്നത്? ഉമ്മയല്ല, ഉമ്മ ഗർഭാശയം ചുമക്കുന്ന ഒരു ചുമട്ടുകാരിയായിരുന്നു. ഉമ്മ തിരിഞ്ഞു കിടക്കുമ്പോഴോ അപ്പുറത്തേക്ക് കിടക്കുമ്പോഴൊക്കെ ഒരു കേടുപാടും പറ്റാതെ നമ്മെ, ഒരു കുഞ്ഞിനെ വളരെ താലോലിച്ചുകൊണ്ട് സംരക്ഷിച്ചിരുന്നതാരാ? അള്ളാഹു തആല. ഇതിലുള്ള ഓരോ പോയിന്റുകൾ എടുത്തു നോക്ക്. മുഴുവനും എല്ലാ സമയത്തും ഓരോരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ നോട്ടം, പരിഗണന, സംരക്ഷണം നമുക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ തആമുൽ, അള്ളാഹുവിന് നമ്മോടുള്ള ആ പെരുമാറ്റം അത്രയും ഹൃദ്യമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല? നാം അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിനാൽ. ഇത് ഉമ്മയുടെ കാര്യമല്ല. നമ്മൾ നമ്മുടെ പെരുമാറ്റം നന്നാക്കിയാൽ വന്യജീവികൾ പോലും നമ്മെ സ്നേഹിക്കും. നല്ല രൂപത്തിൽ പെരുമാറിയാൽ വന്യജീവികൾ പോലും നമ്മെ സ്നേഹിക്കും. ഉമ്മാനെ മാത്രമല്ല, മറ്റു മനുഷ്യരെ മാത്രമല്ല, നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറുകയാണെങ്കിൽ വന്യജീവികൾ പോലും നമ്മെ സ്നേഹിക്കുമെന്നുള്ളതിന് ഒരു തെളിവ് കണ്ടോ? ഓസ്ട്രേലിയയിലെ ജോൺ റെൻഡാൽ എന്ന് പറയുന്ന ഒരു കുട്ടിയും ഒരു ചെറുക്കനും ആൻ്റണി ഏസ് എന്ന് പറയുന്ന വേറൊരാളും കൂടി ഒരു ചെറിയ സിംഹക്കുട്ടിയെ അവർ വാങ്ങി വളർത്തുകയാണ്. ഇത് 1969 നടന്ന സംഭവമാണ്. അങ്ങനെ അവരുടെ കൂടെ കളിക്കുകയാണ്. ചെറുപ്പം മുതലേ അവരുടെ കൂടെ വളർന്നു. ചെറുപ്പം മുതലേ അവരുടെ കൂടെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് ആ സിംഹക്കുട്ടിയെ വാങ്ങിയത്. അങ്ങനെ അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അത് വളരുകയാണ്. പെരുമാറ്റം നന്നായതിൻ്റെ പ്രതികരണമാണത്. സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ഇവർ ഈ സിംഹത്തെ കെനിയയിലെ കാട്ടിലേക്ക് കൊണ്ടുവിടാൻ തീരുമാനിക്കുകയാണ്. ആ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന നേരത്ത് പോലും അത് കൂട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഇവരെ ആലിംഗനം ചെയ്യുകയാണ്. അങ്ങനെ അവസാനം അവർ നിർബന്ധിച്ച് കൂട്ടിൽ കയറ്റി കെനിയയിലെ ഒരു കാട്ടിൽ കൊണ്ടുവിടുകയാണ്. അവിടെ സിംഹങ്ങളെ നോക്കുന്ന ഏതോ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ അത് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരികയാണ്. ക്രിസ്ത്യൻ എന്നാണ് ഈ സിംഹത്തിൻ്റെ പേര്. ആ സിംഹത്തെ കാണാൻ വേണ്ടി 9 മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. ഈ ക്രിസ്ത്യന് ഇവരെ തിരിച്ചറിയാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടാമത് വന്നത്. വന്നപ്പോൾ ആ സിംഹം മല ഇറങ്ങി വന്ന് നോക്കുകയാണ്. അവരെ നോക്കി, അവരാരാണെന്ന് നോക്കി
തിരിച്ചറിഞ്ഞു. അവരാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി കാണിക്കുന്ന സ്നേഹവായ്പകൾ നോക്ക്. രണ്ടുപേരെയും മാറി 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 കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇനി വേറൊരു രൂപം അതിനറിയില്ല. അതിൻ്റെ ഇണയായ മറ്റേ പെൺസിംഹം പോലും അവർക്ക് അവരുടെ മുന്നിൽ ഒരു കുഴപ്പവുമില്ലാതെ വന്നു നിൽക്കാൻ തുടങ്ങി. എന്തേ കാരണം? ആ സിംഹം എന്തേ തിരിച്ചങ്ങോട്ട് അങ്ങനെ പെരുമാറാൻ കാരണം? എന്തേ? ഇവർ നല്ല രൂപത്തിൽ അതിനോട് പെരുമാറി എന്നതിനാൽ മാത്രം. നമ്മൾ ലജ്ജിക്കേണ്ട യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ പെരുമാറ്റം തിരിച്ചെങ്ങനെയാണ്? അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വന്നിട്ടുണ്ടോ? എന്നാൽ അള്ളാഹു എങ്ങനെ നമ്മോട് പെരുമാറുന്നു? എങ്ങനെയാണ്? ഓരോരോ അടയാളങ്ങൾ പറയുകയാണ് അള്ളാഹു നമ്മോട് പെരുമാറുന്ന പെരുമാറ്റ രീതികൾ. ഒന്ന് എണ്ണി നോക്കിക്കോട്ടെ. ഇതൊക്കെ അള്ളാഹു നമ്മോട് ചെയ്യുന്ന, നമ്മോട് കാണിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ ഫضലുകൾ, അള്ളാഹുവിൻ്റെ തആമുൽ പെരുമാറ്റങ്ങളാണ്. ഒന്ന്, അള്ളാഹു തആല ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം തന്നു, ജന്മം തന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത്? നമുക്കൊരു ജന്മം തന്നു. ഒന്ന് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു ജന്മം നമുക്കില്ലായിരുന്നു എന്ന് കരുതാം. ഞാൻ ജനിച്ചിട്ടില്ല, നിങ്ങൾ ഓരോരുത്തരും ജനിച്ചിട്ടില്ല, എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ആലോചിക്കാൻ നിന്നാൽ സത്യത്തിൽ നമുക്ക് മനസ്സ് വിഭ്രാന്തിയാവും. മനസ്സിൽ ഭ്രാന്തി വരും ചിലപ്പോൾ. അതാലോചിച്ചാൽ എനിക്ക് ജന്മമില്ല, പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഞാൻ എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അത് തന്നില്ലേ നമുക്ക് ഓരോരുത്തർക്കും? ജന്മം തന്നില്ലേ? അത് തന്നെ അള്ളാഹുവിൻ്റെ വലിയ ഒരു ഫضലാണ്. രണ്ടാമത്തെ ഫضല്, അള്ളാഹു തആല നമുക്ക് എന്ത് തന്നു? ഹിദായത്ത് തന്നു, സന്മാർഗം കാണിച്ചു തന്നു. ഈ ലോകത്തെ ഭൂരിഭാഗം ആളുകളും ഹിദായത്തറിയാതെ, യഥാർത്ഥ വഴി അറിയാതെ നടക്കുന്നു. നമ്മൾ യഥാർത്ഥ വഴിയിലാണ് പിറന്നു വീണത്. ആ വഴിയിലാണ് പിറന്നു വീണത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ വഴിയിൽ തന്നെ നമ്മൾ ജീവിച്ചു വന്നു. ആ വഴിയിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലാതെ വേറെന്താണ്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ എൻ്റെ റൂഹിനെ ജനിപ്പിക്കാമായിരുന്നു ഒരു ഹിന്ദുവിൻ്റെ കുടുംബത്തിൽ. ഞാൻ ചിന്തിക്കുമായിരുന്നോ ഇങ്ങോട്ടേക്ക് വരാൻ? നിങ്ങൾ ചിന്തിക്കുമായിരുന്നോ ഇങ്ങോട്ടേക്ക് വരാൻ? ഇല്ല. നമുക്കങ്ങനെ ഒരു അനുഗ്രഹം തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഫضലാണ്, വലിയ ഫضലാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുറ്റുപാടിൽ ജനിച്ചു, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ പോലും തിരിച്ച് ഈ മാർഗത്തിലേക്ക് വരാൻ ഒരു തൗഫീക്ക് നൽകിയത് അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഫضലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹു തആല പറയുന്നു, വലൗലാ ഫضലുല്ലാഹി അലൈക്കും, മനുഷ്യന്മാരെ മനസ്സിലാക്കിക്കോ, സത്യവിശ്വാസികളെ മനസ്സിലാക്കിക്കോ, വലൗലാ ഫضലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫضല് നിങ്ങൾക്ക് മീതെ ഇല്ലായിരുന്നു എന്ന് കരുതുക, വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങൾക്ക് മീതെ ഇല്ലായിരുന്നെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾ പോലും നന്നാവില്ലായിരുന്നു. നമ്മളൊക്കെ നന്നാവാൻ കാരണം, നമ്മളൊക്കെ ഈ പാതയിലേക്ക് വരാൻ കാരണം അള്ളാഹുവിൻ്റെ ഫضല്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാത്രമാണ്. അള്ളാഹു അങ്ങനെ എന്നെ അനുഗ്രഹിച്ചില്ലേ, അങ്ങനെ നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? എന്നിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിച്ചില്ലേ? എന്തുമാത്രം ഫضലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല നമ്മോട് ചെയ്തിട്ടുള്ളത്, എന്നോട് ചെയ്തിട്ടുള്ളത്. ഇത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അള്ളാഹു തആല ഒരു ഹൃദയം നൽകിയില്ലേ? അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഇനിയോ മൂന്നാമത്തേത്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാണ്. രണ്ടാമത്തേതാണ് അള്ളാഹുവിൻ്റെ ഫضല്, ഹിദായത്ത് തന്നു എന്നുള്ളത്. മൂന്നാമത്തേത്, നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും അള്ളാഹു തആല ഓരോരോ സെക്കൻഡിലും മൈക്രോ സെക്കൻഡിലും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് ഞാനല്ല പറയുന്നത്, അള്ളാഹു എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ആ കഴിവ് ഞാൻ പറയുന്ന നേരത്ത് അള്ളാഹു തആല ഇട്ട് തരുന്നതാണ്. ഓരോരോ സമയത്തും അള്ളാഹു തആല എൻ്റെ കാര്യങ്ങൾ നടത്തുന്നു. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക,
അള്ളാഹുവാകുന്നു ചിരിപ്പിക്കുന്നവൻ, അള്ളാഹുവാകുന്നു കരയിപ്പിക്കുന്നവൻ. കരയിപ്പിക്കുന്നവൻ, ചിരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തമാശ പറയാന്നല്ല അർത്ഥം. എന്താണ്? ഞാൻ ചിരിക്കണമെങ്കിൽ എനിക്ക് ചിരിക്കാൻ കഴിയില്ല സ്വന്തമായിട്ട്, അള്ളാഹു ചിരിപ്പിച്ചാലല്ലാതെ. ഞാൻ കരയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കരയാൻ കഴിയില്ല, അള്ളാഹു കരയിപ്പിച്ചാലല്ലാതെ. വകുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, എല്ലാ ദിവസവും അള്ളാഹു തആല ഫീ ഷഅനിൻ, വ്യാപൃതനാണ് പണിയിൽ. എന്നെ, ഈ ലോകത്തുള്ള മനുഷ്യരെ, നാം ഓരോരുത്തരെയും നടക്കാൻ, ഇരിക്കാൻ, കിടത്താൻ, ചിരിക്കാൻ, കരയാൻ എല്ലാതും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? അള്ളാഹു തആല. സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, 100 ട്രില്യൺ കോശങ്ങൾ നമ്മളെ ശരീരത്തിൽ ഏതൊക്കെ, എവിടൊക്കെ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു? നാം നിർണയിച്ചിട്ടാണോ? നാം നിശ്ചയിച്ചിട്ടാണോ? അള്ളാഹു നാം അറിയാതെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അകത്ത് വെള്ള രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളുണ്ടല്ലോ. എന്താണ് ഈ ചുവന്ന രക്താണുക്കളുടെയും വെള്ള രക്താണുക്കളുടെ പണി എന്താണ്? ബാക്ടീരിയ വരുമ്പോൾ അവയെ കയറി പിടിച്ച് അവയെ നശിപ്പിച്ച് കളയുക. എൻ്റെ ശരീരത്തിലേക്ക് ഒരു മുറിവുണ്ടായാൽ, ശരീരത്തിലേക്ക് ബാക്ടീരിയ കയറിയാൽ, ബാക്ടീരിയയെ തുരത്തിക്കളയാൻ വേണ്ടിയുള്ള യുദ്ധസന്നാഹം അല്ലാഹു തആല എൻ്റെ ശരീരത്തിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴോ ഞാൻ അശ്രദ്ധനായിരിക്കുമ്പോൾ പോലും എൻ്റെ ശരീരം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് നടക്കുകയാണ്, എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞിട്ടാണോ, നമ്മൾ സംരക്ഷിച്ചിട്ടാണോ നമ്മുടെ ശരീരം ഇത്ര വലുതായത്? അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. കയ്പുള്ള ഭക്ഷണം കഴിച്ചിട്ടാണോ വലുതായത്? അല്ലല്ലോ. മധുരമുള്ള, രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വലുതായത്. ആ രുചി നമുക്ക് നമ്മുടെ നാവിന് നൽകിയത് ആരാണ്? അല്ലാഹു തആല. നമ്മുടെ ഉമ്മയുടെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ ഉമ്മയുടെ ഹൃദയത്തിലേക്ക് ഇട്ടതാരാ? അല്ലാഹു. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഉമ്മാക്കില്ലായിരുന്നു എന്ന് കരുതാ, നാം എങ്ങനെ വളരും? അപ്പോൾ ഉമ്മയെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല. ഏതുപോലെ ഒരു മനുഷ്യൻ, ഒരു തപാൽ ജീവനക്കാരൻ നമുക്കൊരു പാർസൽ കൊണ്ടു തരുന്നു. പാർസൽ കൊണ്ടു തന്നിട്ട് നമ്മൾ പാർസൽ കൊണ്ടുവന്ന ആളെ, പോസ്റ്റ്മാനെ പിടിച്ചിരുത്തിയിട്ട് അയാളെ ആദരിക്കുക, അയാൾക്ക് ജ്യൂസ് കൊടുക്കുക, അയാൾക്കെല്ലാം കൊടുക്കുക, അയാളെ ബഹുമാനിക്കുക, അയാളെ എടുത്തുകൊണ്ട് നടക്കുക. ആരാ പാർസൽ അയച്ചത്? ആളെക്കുറിച്ച് ചിന്തയില്ല. പാർസൽ കൊണ്ടുവന്ന മനുഷ്യനെ പൊക്കിക്കൊണ്ട് നടക്കുക. എന്തായിരിക്കും അവസ്ഥ? അതേപോലെയാണ് നമ്മിലേക്ക് സ്നേഹം പ്രകടിപ്പിച്ച ആരെ? നമ്മിലേക്ക് സ്നേഹം കാണിച്ച ഉമ്മയെ നമ്മൾ കൊണ്ടു നടക്കുന്നു. എന്നാൽ ആ ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മ നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ആ സ്നേഹം ഉമ്മയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത അള്ളാഹുവിനെ നാം തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണം. അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഇനി നോക്ക്, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ മേഖലയിലും അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ മേഖലയിലും നമ്മെ പ്രവർത്തിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ് സൂറത്ത് അബസയിൽ, ഫൽ യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും നോക്കിയിട്ടുണ്ട് ഇതുവരെ? ഭക്ഷണത്തിലേക്ക് ബിരിയാണി ഇങ്ങനെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആ ബിരിയാണിയിലേക്കൊന്ന് നോക്കട്ടെ. അതാണ് പറയുന്നത്. ഫൽ യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അന്നാ സ്വബബിനൽ മാഅ സ്വബ്ബ, ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. എന്ത്? മേലെ നിന്ന് വെള്ളം ചൊരിയുന്നത്, മഴ വർഷിപ്പിക്കുന്നത് ഞാനാണ്. സുമ്മ ശഖഖ്നൽ അർള ശഖ, മഴ വർഷിപ്പിക്കുന്നത് ഞാൻ, പിന്നെ ഭൂമിയെ പിളർത്തുന്നതും ഞാൻ. വെള്ളം മാത്രമല്ല, വെള്ളം ചൊരിയുന്നവന് ഞാൻ, പിന്നെ ഭൂമിയെ പിളർത്തുന്നവൻ ഞാൻ. എങ്ങനെ പിളർത്തുന്നു? എന്നിട്ട് ഭൂമിയെ പിളർത്താന്ന് പറഞ്ഞാൽ അതിനകത്തു നിന്ന് ധാന്യമണികൾ മുളച്ചു വരാൻ ആ ഭൂമിയെ ചെറുതായിട്ട് പിളർത്തുന്നവൻ ഞാൻ. ആ ചെറിയ കാര്യം പോലും ചെയ്യുന്നവൻ ഞാൻ. എന്നിട്ടോ ഫഅംബത്നാ ഫീഹാ ഹബ്ബ, ആ പിളർന്ന സാധനത്തിൻ്റെ കൂടെ എന്ത് മുളച്ചു വരുന്നു? ധാന്യമണികൾ മുളച്ചു വരുന്നു, നെല്ലുകൾ, ഗോതമ്പുകളൊക്കെ മുളച്ചു വരുന്നു. വ ഇനബ, എന്ത്? മുന്തിരികൾ. വ ഖളബ, പച്ചക്കറികൾ. വ സൈതൂന വ നഖ്ല, അതേപോലെ എന്ത്? സൈത്തൂനും ഈത്തപ്പനയും ഒക്കെ. വഹദായിക ഗുൽബ, ഒരുപാട് തോട്ടങ്ങൾ, വ്യത്യസ്ത വർണ്ണങ്ങളിൽ വ്യത്യസ്ത രുചികളിലുള്ള തോട്ടങ്ങൾ. വഫാക്കിഹത്തൻ വ അബ്ബ, ഒരുപാട് ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ. എല്ലാം ഞാൻ ഒക്കെ ഞാൻ. എല്ലാം ആരാണ്? അല്ലാഹു തആല. മഴ വർഷിപ്പിക്കുന്നവൻ, ഭൂമിയെ പൊട്ടിമുളപ്പിക്കുന്നവൻ, അതിൽ നിന്ന് ധാന്യമണികൾ ഉയർത്തുന്നവൻ, അങ്ങനെ ഉയർന്നു വന്ന ധാന്യമണികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സുകളെയും ഉൽപ്പാദിപ്പിക്കുന്നവൻ ഒക്കെ ഞാൻ തന്നെ. ആർക്ക് വേണ്ടിയിട്ട്? മതാഅൻ ലക്കും,
നിങ്ങൾ തിന്നാൻ വേണ്ടി, വലിയ അൻആമിക്കും നിങ്ങളുടെ കാലികളും തിന്നാൻ വേണ്ടി. ഇതൊക്കെ ചെയ്തു തന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. മാത്രമല്ല ഇത് ചെയ്യുക, വെറും ഭക്ഷണം തരിക മാത്രമാണ് ചെയ്തത് അല്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണോ, ഉടനെ എന്ത് ചെയ്യുക? അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹു പറയാണ്, വഇദാ സഅലക ഇബാദി, മുഹമ്മദ് നബിയോട് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ മുഹമ്മദെ പറയണം, ഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്താണ്, ഞാൻ വളരെ അടുത്താണ്. ഉജീബു ദഅവത, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. കേൾക്കുന്നല്ല, ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബൂലി, അതിനാൽ എനിക്ക് അവർ മറുപടി പറയട്ടെ. ഞാൻ ചെയ്യാൻ പറഞ്ഞത് അവർ ചെയ്യട്ടെ എന്ന് അല്ലാഹു തആല പറയുന്നു. നോക്ക്, എല്ലാതും മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാൻ ഫുസ്സിലത്തിൽ പറയാണ്, വ ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ, പിശാച് നിന്നെ ആക്രമിക്കുകയാണെങ്കിൽ, നിന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുകയാണെങ്കിൽ നീ ഒരു വടിയെടുത്തിട്ട് അവനെ അടിക്കണം എന്നാണോ? അല്ല, ഫസ്തഇദ് ബില്ലാ, എന്നോട് പറ. അവൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ നോക്കിക്കോളാം അവനെ. വ ഇന്നഹു ഹുവസ് സമീഉൽ അലീം, കാരണം എല്ലാം കേൾക്കുകയും കാണുന്നവനുമാണ് ആര്? അള്ളാഹു. അവനോട് പറഞ്ഞോ എന്ന് അല്ലാഹു തആല പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് അള്ളാഹുവിൻ്റെ നോട്ടമില്ലാത്തത്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എന്താ പറയാറ്? അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ്സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അള്ളാഹുവെ, ഈ യാത്രയിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ നീയാണ്, ഞങ്ങളുടെ വീടിനെയും സംരക്ഷിക്കുന്നവൻ ആരാണ്? നീയാണ്. എല്ലാം അള്ളാഹുവിൽ, എല്ലാം അള്ളാഹുവാണ് എല്ലാം നോക്കുന്നവൻ എന്നർത്ഥം. നാലാമത്തേത്, ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി അല്ലാഹു തആല അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. നമ്മൾ കരുതുന്നു ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി അല്ല, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. തിരിച്ചറിയണം അത്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഹുവല്ലദീ, അവനാകുന്നു, അല്ലാഹു ആകുന്നു, ഖലഖലകും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. എന്ത്? മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്, ജമീഅൻ, മുഴുവൻ. ഭൂമിയിലുള്ളത് മുഴുവൻ ആർക്ക് വേണ്ടി? നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, എനിക്ക് വേണ്ടി. തിരിച്ചറിയണ്ടേ? അള്ളാഹു സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്, ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു തആല പറയുന്നത്. വൽ അർദ വദഅഹാ ലിൽ അനാം, ഭൂമിയെ ഞാൻ ആർക്കാണ് വെച്ചിരിക്കുന്നത്? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരിക. എന്താ? നമ്മളൊരു നാട്ടിലേക്ക് ചെല്ലുകയാണെന്ന് കരുതാം. ഒരു സുഹൃത്ത് നമ്മെ ക്ഷണിച്ചിട്ട് ചെല്ലുകയാണ്. നമ്മൾ ആ നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പൂമാലയായിട്ട് കാത്തു നിൽക്കുക. എന്തിന്? എന്നെ സ്വീകരിക്കാൻ. എന്നെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന വഴി മുഴുവൻ പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്നു. ചുറ്റുഭാഗവും ആളുകൾ നിന്ന് എന്നെ അങ്ങോട്ടേക്ക് ആനയിക്കുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് മാർദ്ദവമേറിയ ഒരു ഷീറ്റിലൂടെ നടന്ന് അവൻ്റെ വീട്ടിലേക്ക് ഇരിക്കാനായി ഒരു ചെയർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ ചെയറിലിരുന്നാൽ അതിസുഖം. അങ്ങനെ അവിടെ എനിക്ക് കുടിക്കാൻ ഇഷ്ടമുള്ള പാനീയങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ എന്നോട് ചെയ്താൽ എനിക്ക് അയാളോട് സ്നേഹം ഉണ്ടാവുമോ? എന്നാൽ നമ്മുടെ ഭൂമി മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പുഷ്പം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ? ആര് കണ്ടു കൊതിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ. എന്തിനാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കിയത്? എല്ലാതും ഒരു വർണ്ണം പോലെയിരുന്നോ? വിവിധ വർണ്ണങ്ങൾ എൻ്റെ കൺകുളിർമയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കൺകുളിർമയ്ക്ക് വേണ്ടിയിട്ട് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പുഷ്പങ്ങളുടെ വിവിധ വർണ്ണങ്ങളിൽ, വിവിധ രൂപത്തിൽ, ഫ്രൂട്ട്സുകൾ വിവിധ രുചിയിൽ, വിവിധ രൂപങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറയുന്നതൊന്ന് ചെയ്യണം. ഒരു എക്സസൈസാണ്, 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു എക്സസൈസ്. എല്ലാവരും ഒന്ന് കണ്ണടക്കണം ഞാൻ പറയുമ്പോൾ. എന്നിട്ട് ഈ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ ഈ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക. എന്ത് വികാരം നിങ്ങളിലേക്ക് വരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ണടക്കുക. വേറെ ചിന്തകളൊക്കെ ഇപ്പോൾ വിടുക. ഇപ്പോൾ കംപ്ലീറ്റ് വിടുക. 11:25 ഇപ്പോൾ എപ്പോഴാണ് ക്ലാസ് കഴിയാമെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? എല്ലാ ചിന്തകളും വിട്ടിട്ട് ഇവിടേക്ക് മാത്രം നോക്കുക, ഹൃദയത്തിലേക്ക് മാത്രം. എന്നിട്ട്
അവിടം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി കണ്ടു തുറന്നോ. എന്ത് വികാരമാണ് ഉണ്ടായെന്ന് ഞാൻ ചോദിക്കുന്നില്ല. സത്യത്തിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുക. അപ്പം നമസ്കരിക്കാൻ നിന്നാൽ എന്താ, വശറാബുന ഫീഹദ്ദുമു എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, ഞങ്ങളൊരു പൂന്തോട്ടത്തിലേക്ക് കയറിയതുപോലെയാണ്. അവിടെ ഞങ്ങളുടെ ഭക്ഷണം ഖുശൂഉം, ഞങ്ങളുടെ പാനീയം കണ്ണുനീരുമായിരുന്നു. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ആ വികാരം സത്യത്തിൽ വരും. അത് ഹൃദയം കൊണ്ടാണ് അള്ളാഹുമായിട്ട് സംസാരിക്കുന്നത്. ഇനി എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം. ഇത് അള്ളാഹു എനിക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ധരിക്കണം. ഓരോരുത്തരും ഇതെനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് ഉണ്ടാക്കിയതാണെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എനിക്ക് വേണ്ടി, ഓരോരുത്തരും അവനവന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുക.
അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. വ അൻസല മിനസ്സമാഇ മാഅ, എന്നിട്ട് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചതും അള്ളാഹുവാണ്. ഫ അഖ്റജ ബിഹി മിനസ്സമറാത്ത്, എന്നിട്ട് ഒരുപാട് ഫലങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. എന്തിനു വേണ്ടി? റിസ്കൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ട്, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ, നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് മുഴുവൻ. അത് ഓരോരോ പൂവിൻ്റെ ഉള്ളിലേക്കും സൂക്ഷിച്ചു നോക്കിയാൽ ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ വഖം മിൻ ആയത്തിൻ, എത്ര ആയത്തുകളാണ് ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളത്. വഹും യമുറൂന അലൈഹ, മനുഷ്യന്മാരൊക്കെ ആ ആയത്തുകൾക്കിടയിലൂടെ നടന്നു പോകുന്നു. വഹും അൻഹാ ഗാഫിലൂൻ, അവർ അതിൽ നിന്ന് അശ്രദ്ധരാണ്. നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന, വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു റോസാ ചെടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് വിരിഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് അതുള്ളത്. അള്ളാഹു ആർക്ക് വേണ്ടി ആ റോസാപ്പൂവിനെ ആ രൂപത്തിലാക്കി? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. അത് തിരിച്ചറിഞ്ഞാൽ നാം അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. വസഖറ ലക്കുമുൽ ഫുൽക, നിങ്ങൾക്ക് കപ്പലിനെ അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ലിതജ്രിയ ഫിൽ ബഹർ, അത് കടലിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി. ബി അംരിഹി വസഖറ ലക്കുമുൽ അൻഹാർ, എത്ര പുഴകൾ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അത് നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തപ്പെട്ടതാണ്. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി. ഇത് മുഴുവൻ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് ആർക്ക് വേണ്ടി? മനുഷ്യനായി നടക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയെങ്കിൽ ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. സ്നേഹം തിരിച്ചറിഞ്ഞ ഉമ്മയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് നാം ഉമ്മയെ സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം വരും. പക്ഷേ എന്ത് വേണം? നാം ചിന്തിക്കണം. ചിന്തിക്കാതെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ, തിരിച്ചറിയാൻ കഴിയില്ല. ഈ ഓരോരോ പുഷ്പങ്ങൾ, ഓരോരോ ആയത്തുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഹൃദയത്തിൽ നാം അറിയാത്ത രൂപത്തിലുള്ള വികാരങ്ങൾ വരും. കടൽ കാണുമ്പോൾ ഒന്ന് നോക്കി നിന്ന് നോക്ക്. കടൽ മാത്രം നോക്കി നിന്നാൽ മതി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്. അള്ളാഹു പറഞ്ഞില്ലേ, കടലിൽ ഒരു സൂചി കുത്തിയാൽ ആ സൂചിയുമേ എത്ര വെള്ളം പോരുമോ അത്രയേ ഉള്ളൂ. ഈ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് നഷ്ടപ്പെടാൻ അത്രയേ ഉള്ളൂ. എങ്കിൽ അപ്പോൾ നമുക്ക് ആലോചന വരണം, എന്ത്? അള്ളാഹുവിൻ്റെ മുൽക്കിൻ്റെ വലുപ്പം എത്രയാണ് എന്ന്. അങ്ങനെ ഓരോരോ ചിന്തകളുമായി അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക. അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിയാനും പറ്റും. അഞ്ചാമത്തേത്, അള്ളാഹുവിൻ്റെ ആദരവ് കണ്ടെത്തണം നമ്മൾ. അള്ളാഹു നമ്മെ ആദരിച്ച രീതി. നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമെ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മുഖറബീങ്ങളായ മലക്കുകളോട് പറയുന്നു എന്ത് ചെയ്യാൻ? ആ ആദമിന് ആദരവായിട്ട് സുജൂദ് ചെയ്യാൻ, ആദമിനെ ബഹുമാനിക്കാൻ. ആരോട്? മലക്കുകളോട് അള്ളാഹു തആല പറയുന്നു. ഇതിനേക്കാൾ വലിയ ആദരവ് എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അള്ളാഹു പറയുന്നു ആദമിനെ സുജൂദ് ചെയ്യാൻ. അങ്ങനെ സുജൂദ് ചെയ്യാത്തത് കൊണ്ട് ഒരാളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആർക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട്? നമ്മുടെ ഉപ്പാക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് അള്ളാഹു തആല ഒരാളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആലോചിച്ച് നോക്ക്. ഇനിയോ അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ ഒരു അള്ളാഹു നമ്മെ ആദരിച്ചു എന്നുള്ളതിന് ഒരു ചെറിയ, നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരാൾ നമുക്ക് ഒരുപാട് ഔദാര്യം ചെയ്യണം, ഒരുപാട് അനുഗ്രഹം, ഒരുപാട് നമുക്ക് തരണം എന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം അത് ദാനമായിട്ട് തരുന്നില്ല. അതിന് പകരം ഒരു ചെറിയ കണ്ടീഷൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഒരു പണി ചെയ്യിപ്പിച്ചിട്ട് ആ പണിക്ക് പകരമായിക്കൊണ്ട് ഒരു പേപ്പർ എടുത്ത് അപ്പുറത്തേക്ക് വെച്ചതിന് 1,00,000 ഉറുപ്പിക അല്ലെങ്കിൽ 2,00,000 ഉറുപ്പിക അതിന് കൂലിയായിട്ട് കൊടുക്കുന്നു. എന്തിനാ ഞാൻ ദാനമായിട്ടുള്ള തരുന്നത്? പറിച്ച് എന്തിനാ? നീ ചെയ്ത അധ്വാനത്തിൻ്റെ കൂലിയാണോ അത്? അല്ല, ഒരിക്കലുമല്ല എന്നുറപ്പാണ്. പക്ഷെ എന്താണ്? എന്നെ ആദരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നെ ആദരിച്ചിട്ടാണ്. അല്ലാഹു തആല സൂറത്ത് ശൂറയിൽ പറയുന്നു, വമൻ യഖ്തരിഫ് ഹസനതൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ
നസിദ് ലഹു ഫീഹ ഹസന, അതിൽ ഒരുപാട് നന്മകൾ ഞാൻ അതിൽ വർദ്ധിപ്പിക്കും, ഒരുപാട് പ്രതിഫലങ്ങൾ അതിൽ ഞാൻ കൂട്ടിക്കൊടുക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ അല്ലാഹു തആല പറയുന്നു, വമൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹ, അവൻക്ക് 10 ഇരട്ടി, അതിൻ്റെ 10 ഇരട്ടി കൂലി ഞാൻ അവനക്ക് കൊടുക്കും ഒരു നന്മ ചെയ്താൽ. വമൻ ജാഅ ബിസ്സയ്യിഅ, ഇനി ആരെങ്കിലും ഒരു തിന്മ ചെയ്താലോ ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹ, അതുപോലെ അല്ലാതെ തിരിച്ചു നൽകൂല. ഒരു തിന്മ ചെയ്ത ഒരു തിന്മയെ അതിന് പ്രതിഫലമായിട്ട് അല്ലാഹു തആല നൽകുകയുള്ളൂ. എന്നാൽ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല, 10 അല്ല ചിലപ്പോൾ 70 ഇരട്ടി 700 ഇരട്ടി വരെ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ, ഫലം യഅമൽഹ, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, ചെയ്തില്ല എങ്കിൽ കതബഹുല്ലാഹു ഇൻദഹു, അല്ലാഹു ഇവന് വേണ്ടി എഴുതും അല്ലാഹുവിൻ്റെ അടുക്കൽ ഹസനത്തൻ കാമിലത്തൻ, ഒരു പരിപൂർണമായ നന്മ എഴുതും. പരിപൂർണമായ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, ഉദ്ദേശിച്ച് ചെയ്തില്ല എങ്കിൽ ചെയ്തതുപോലെ പരിപൂർണമായ ഒരു പ്രതിഫലം അല്ലാഹു തആല നന്മ ഈ മനുഷ്യൻ്റെ പേരിൽ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പേരിൽ എഴുതപ്പെടും. പിന്നെ വഇൻ ഹുവ ഹമ്മ, ഇനി അവൻ അത് ഉദ്ദേശിച്ചു, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, വഫഅലഹ, എന്നിട്ടോ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ കതബഹുല്ലാ, അല്ലാഹു തആല എഴുതും ലഹു ഇൻദഹു അശ്റ ഹസനാത്തിൻ, അല്ലാഹു തആല അത് ഒരു 10 പ്രതിഫലമായിക്കൊണ്ട് 10 ഹസനാത്തുകളായിക്കൊണ്ടാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ എഴുതുക. 10 അല്ല, ഇലാ സബ്ഇമിഅതി ളഅഫിൻ മിൻ അദ്ആഫ് കസീറ, 700 ഇരട്ടികൾ വരെ അല്ലാഹു തആല ചിലപ്പോൾ എഴുതും. ഞാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഒരാളെ മുഖത്ത് നോക്കിയിട്ട്. അതിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ച് അള്ളാഹു ഒരു പക്ഷേ 700 പ്രാവശ്യം ഞാൻ ചിരിച്ച പോലെ അള്ളാഹുവിൻ്റെ അടുത്ത് രേഖപ്പെടുത്തും. 700 പ്രാവശ്യം ഞാൻ ഒരു 10 പൈസ അല്ലെങ്കിൽ ഒരു 50 പൈസയാണ് ഞാൻ ദാനം കൊടുത്തത്, ഒരു 750 പൈസകൾ ദാനം കൊടുത്തതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇരട്ടി കൊടുത്തതുപോലെ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തും. എന്തിനാണ്? എന്നോടുള്ള ആദരവ്, എന്നെ ബഹുമാനിക്കുന്നു, എനിക്കുള്ള ആദരവാണ് അല്ലാഹു തആല നൽകുന്നത്. വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ആരെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചാൽ, തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, ഫലം യഅമൽഹ, പക്ഷേ ആ തിന്മ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയില്ല, തിന്മ പ്രവർത്തിച്ചില്ല എങ്കിൽ കതബഹുല്ലാ, അല്ലാഹു തആല എഴുതി രേഖപ്പെടുത്തും അല്ലാഹുവിൻ്റെ അടുക്കൽ ഇൻദഹു ഹസനതൻ കാമില, ഒരു പരിപൂർണ നന്മ. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തില്ല എങ്കിൽ ഒരു പരിപൂർണ നന്മ അല്ലാഹു തആല രേഖപ്പെടുത്തും. തിന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ വഇൻ ഹുവ ഹമ്മ ബിഹ, ഇനി അവൻ അങ്ങനെ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫഅമിലഹ, എന്നിട്ട് ആ തിന്മ ചെയ്താലോ കതബഹുല്ലാ, അല്ലാഹു തആല എഴുതും. എത്ര? ശരിക്കും 700 ഇരട്ടി 1000 ഇരട്ടിയൊക്കെയാണ് എഴുതേണ്ടത്. അല്ലാഹു തആല എഴുതും സയ്യിഅതൻ വാഹിദ, ഒരൊറ്റ തിന്മ. ഇത് ആദരവാണോ? ആണോ? ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുത്തഫഖുൻ അലൈഹിയായ വേറൊരു ഹദീസ്, മൻ ഖാല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഫി യൗമിൻ 100 മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ മതി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഹുത്തത്തു ദുനൂബുഹു, ആ മനുഷ്യൻ്റെ പാപങ്ങൾ നമ്മൾ ബോർഡിൽ എഴുതിയ സാധനം മായ്ക്കുന്നത് പോലെ ഹുത്തത്ത് മായ്ച്ചു കളയും. വ ഇൻ കാനത്ത് മിസ്ലു സബദിൽ ബഹർ, അത് കടലിലെ നുര പോലെ അത്രയും ഉണ്ടെങ്കിൽ പോലും, കടലിലെ നുരകൾ പോലെ അത്ര അധികം ഉണ്ടെങ്കിൽ പോലും അത് മായ്ച്ചു കളയും. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ തആല ലയർള, അല്ലാഹു തആല തൃപ്തിപ്പെടുക തന്നെ ചെയ്യും, അള്ളാഹുവിന് തൃപ്തിയാണ്, മിനൽ അബ്ദി, ഒരു അടിമ അയ്യകുലൽ അക്ല, പോയി ഭക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ പോയിട്ട് ഫുഡ് അടിക്കൂലേ, അത് അള്ളാഹ്ക്ക് തൃപ്തിയാണ്. എന്നിട്ടോ ഔ യശ്റബ ശർബ, അല്ലെങ്കിൽ ഒരു പാനീയം കുടിക്കുക എന്നുള്ളത്, ഫയഹ്മദില്ലാഹ അലൈഹ, എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം, അത് അള്ളാഹ്ക്ക് വളരെ തൃപ്തിയാണെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് അതിന് പൈസ കൊടുക്കല്ല, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ തൃപ്തിയാണ്. ഇനിയോ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നമ്മളോട്, നമ്മളാരുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ എവിടെ പോവുക, സ്വർഗത്തിലേക്ക് പോവുക. ഉറപ്പല്ലേ? എന്താണ്?
നമ്മളുടെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിൽ, സ്വർഗം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. കാരണം സ്വർഗം നമുക്ക് ചിന്തിക്കാൻ പോലും, ഭാവനയിൽ ദർശിക്കാൻ പോലും പറ്റാത്ത സുഖങ്ങളാണ്. ഇവിടെ ജന്മം തന്നതിന് പോലുമുള്ള എന്ത് ചെയ്തിട്ടില്ല, നന്ദി പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ ജന്മം തന്നതിനുള്ള നന്ദി പോലും നമ്മളിവിടെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ സ്വർഗം കിട്ടുക? അപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങ് പോലും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് പോവില്ലേ? ഇല്ല, വലാ അന, ഞാനും പോകൂല. ഇല്ല അൻ യതഗമ്മദിനില്ലാഹു ബിറഹ്മ, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ മൂടിയാലല്ലാതെ. കാരണം എന്താ? സ്വർഗം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. നമ്മൾ ചെയ്തതിനുള്ള എന്തല്ല, കാരണം അത്രമാത്രം നമ്മൾ ചെയ്തിട്ടില്ല എന്നർത്ഥം. നമ്മൾ ചെയ്തതിനുള്ള ഈക്വൽ ആയിട്ടുള്ളൊരു സാധനമല്ല. അങ്ങനെ അല്ലാത്ത ആ സാധനത്തെക്കുറിച്ച് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത്, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനാൽ. നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടല്ല സ്വർഗം. എന്നിട്ട് പോലും അള്ളാഹ് നമ്മളോട് പറയുന്നു, എന്ത്? നിങ്ങൾ പ്രവർത്തിച്ചതിനാൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോയിക്കോ? സ്വർഗത്തിലേക്ക് പോയിക്കോ. ആദരവാണത്. എന്നാ പോയിക്കോ സ്വർഗത്തിലേക്ക് എന്നല്ല, നിങ്ങൾ പ്രവർത്തിച്ചതിനാൽ. അപ്പം നമ്മുടെ മനസ്സിലുള്ള, നമ്മളെ ഹൃദയത്തിലുണ്ടാകുന്ന വികാരം എന്താ? ഞാൻ ചെയ്തത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ടല്ല, ഞാൻ ചെയ്തത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോയത് എന്ന് ആദരവ് കൊണ്ട് അള്ളാഹു തആല പറയുന്നു. ഈ വേറൊരു സൂറത്തിൽ, ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്, വകാന സഅയുക്കും മഷ്കൂറാ, വളരെ തൃപ്തികരമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഭൂമിയിൽ ചെയ്തത്, അതിനാൽ നിങ്ങൾക്കുള്ള പ്രതിഫലമാണെന്ന് പറയുന്നു. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കത് തിരിച്ചറിയാൻ കഴിയും. എന്ത്? ഇതെന്തല്ല, ഇത് ഞങ്ങളുടെ പ്രവർത്തന ഫലമല്ല എന്ന് തിരിച്ചറിയും. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയും, വഖാലുൽ ഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനത്തെ അല്ലാഹ്? അല്ലദീ ഹദാനാ ലിഹാദാ, ഞങ്ങളെ ഈ രൂപത്തിലേക്ക് വഴി നടത്തിച്ചത് ആരാണ്? അള്ളാഹുവാണ്. വമാ കുന്നാ ലിനഹ്തദിയ, ഞങ്ങൾ ഈ നേരായ വഴിയിലൂടെ നടക്കുമായിരുന്നില്ല, ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് വഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ. പറ്റുമോ? അള്ളാഹു വഴി കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ആ വഴിയിലൂടെ നടന്നത് എന്ന് സ്വർഗ്ഗക്കാർ പറയുമ്പോൾ അള്ളാഹു തആല ആ ആയത്തിൻ്റെ ശേഷം പറയുന്നത് മറുപടി ഉണ്ടല്ലോ, വനൂതു അൻതിൽക്കും. അതിനുശേഷം അള്ളാഹു തആല പറയാണ്, ആ ആയത്തിൽ തന്നെ പറയാണ്, വനൂതു, അവരോട് പറയും, അൻതിൽക്കുമുൽ ജന്ന, നിങ്ങൾ ഉദ്ഖുലു വനൂതു അൻതിൽക്കുമുൽ ജന്ന, ഇതാണ് നിങ്ങൾക്കുള്ള സ്വർഗം എന്ന് അള്ളാഹു തആല വിളിച്ചു പറയും. ഊരിസ്തുമൂഹ, ഇത് ഞാനിതാ നിങ്ങൾക്ക് പകരം തരികയാണ്, ബിമാ കുൻതും തഅമലൂൻ. അപ്പോഴും തിരിച്ച് അള്ളാഹു തആല പറയുന്നത് അതാണ്. മനുഷ്യന്മാർ സ്വർഗത്തിൽ കയറിയവർ പറയും, ഇത് അള്ളാഹുവിൻ്റെ നിയമത്ത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുമ്പോൾ അള്ളാഹ് തിരിച്ചു പറയുന്നത് എന്താണ്? അല്ല, മറിച്ച് എന്താണ്? ഈ ഊരിസ്തുമൂഹ, ഇത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാരണം, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ ആ മാന്യത, അള്ളാഹു നമ്മോട് കാണിക്കുന്ന ആദരവ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ സത്യമായിട്ടും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ റഹീമുൻ, അള്ളാഹു തആല കരുണാനിധിയാണ്, ഹയ്യുൻ, അതേപോലെ നാണമുള്ളവനാകുന്നു അള്ളാഹു തആല, കരീമുൻ, നാണമുള്ളവൻ എന്നുള്ളതിന് വിശദീകരണം വരും, കരീമുൻ, ഔദാര്യവാനാകുന്നു അള്ളാഹു തആല, യസ്തഹി, ആ അള്ളാഹുവിന് നാണമാണ്, മിൻ അബ്ദിഹി, തൻ്റെ അടിമയിൽ നിന്ന് നാണമാണ്. എന്തിന്? അൻ യർഫഅ യദൈഹി, ആ അടിമ രണ്ട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, സുമ്മ ലാ യളഉ ഫീഹിമാ ഖൈറ, എന്നിട്ട് ആ കൈയിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നന്മ ഇടാതെ ആ കൈ മടക്കാൻ അള്ളാഹുവിന് നാണമാണെന്ന്. അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ വെറുതെ തിരിച്ചു വിടാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് നാണമാണെന്ന്. അള്ളാഹുവിൻ്റെ ആദരവ്, ബഹുമാനം. അതിനാൽ അത് തിരിച്ചറിയുക, അത് മനസ്സിലാക്കുക. ആറാമത്തേത്, അള്ളാഹു നമ്മോട് കാണിക്കുന്ന റഹ്മത്തുകളാണ്. അതൊരു വിഷയമായി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അള്ളാഹു നമ്മോട് കാണിക്കുന്ന റഹ്മത്തുകൾ തിരിച്ചറിയുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ റഹ്മത്ത് മുഴുവൻ അള്ളാഹു തആല നമ്മോട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അപ്പം നമുക്ക് ചോദ്യം, അള്ളാഹു റഹ്മത്ത് നൽകുന്നുണ്ട് എങ്കിൽ പിന്നെന്തിനാണ് മനുഷ്യന്മാരെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കൽ പോട്ടെ, എന്തിനാണ് മനുഷ്യന്മാർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത്? ഒരുപാട് ആളുകൾ പ്രയാസത്തിലില്ലേ? ഒരുപാട് ആളുകൾ ആശുപത്രി കിടക്കകളിലില്ലേ? ബുദ്ധിമുട്ടുകളിൽ നടക്കുന്നില്ലേ? എന്തിനാണ് അവർ? എന്താണ് അള്ളാഹു തആല അങ്ങനെ റഹ്മത്തുണ്ടെങ്കിൽ എന്തിനാണ് പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കും. സത്യത്തിൽ അതെന്താണ്?
പരീക്ഷണം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തെ പോലും നമ്മൾ കാണുന്നത് ഒരു വേറെ മീനിങ്ങിലാണ്. എന്താണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് അങ്ങനെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സത്യവിശ്വാസിയാണോ എന്നറിയാൻ അള്ളാഹ്ക്ക് എന്നെ ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ, അല്ലാണ്ട് അറിയില്ലേ? പിന്നെ എന്തിനാണ് ടെസ്റ്റിംഗ്? പിന്നെ എന്തിനാണ് പരീക്ഷണം? എനിക്ക് തിരിച്ചറിയാൻ. എന്തിന്? ഞാൻ യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല, ഞാൻ ഇനിയും നന്നാവാനുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ്. അള്ളാഹ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്കറിയാം നമ്മളൊക്കെ എത്രമാത്രം വിശ്വാസമുണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ വലുപ്പവും ചെറുപ്പമൊക്കെ അള്ളാഹ്ക്കറിയാം. അള്ളാഹുവിന് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അറിയേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാണ്? ഞാൻ തിരിച്ചറിയാൻ, ഞാൻ പോരാ, ഞാൻ ഇനിയും വലുതാവണമെന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവിലേക്കാണ് ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഈ ഭൂമിയുടെ പുറം ഭാഗം മുഴുവൻ സീനത്താക്കിയിരിക്കുന്നു ഞാൻ. എന്തിനു വേണ്ടി? ലിനബ്ലുഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടി. അള്ളാഹുവിന് പരീക്ഷിച്ചറിയാനല്ല, നാം നന്നാകാൻ വേണ്ടി. അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനാൽ നാം അത് തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസ്ബിൻ, ഏതൊരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, വലാ വസബിൻ, എന്ത് പ്രയാസമാകട്ടെ, വലാ ഹമ്മിൻ, മാനസികമായ പ്രയാസങ്ങളാകട്ടെ, വലാ ഹുസ്നിൻ, ദുഃഖങ്ങളാകട്ടെ, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും വേദനകളും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഹത്ത ഷൗക്കത്തല്ലത്തി യുഷാക്കുഹ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കാലിൽ തറക്കുന്ന മുള്ളു പോലും എന്തല്ല, അവൻ്റെ ജീവിതത്തിലെ നിസ്സാരമായ ഒരു ഉപദ്രവമാണ്, നിസ്സാരമായൊരു വേദനയാണ് ഈ പറഞ്ഞത്, കാലിൽ തറക്കുന്ന മുള്ള്. അതുപോലും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എന്താണ്? ഇല്ല കഫറല്ലാ, അല്ലാഹു തആല എന്ത് ചെയ്യും? പൊഴിച്ചു കളയും. എന്ത്? ബിഹാ മിൻ ഖതായ, അവൻ്റെ പാപങ്ങൾ അതുകൊണ്ട് കുലുക്കിക്കളയും. എന്തുകൊണ്ട്? കാലിൽ മുള്ള് തറച്ചാൽ, പനി വന്നാൽ, അസുഖം വന്നാൽ, പ്രയാസം വന്നാൽ, മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റാൽ എനിക്ക് അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. അതിനാൽ തന്നെ ലോകത്ത് പരീക്ഷണങ്ങൾ നേരിട്ടുള്ളത് ആരാ? ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ. എന്താണ് കാരണം? അവർ നല്ല പ്രവാചകന്മാരാണോ അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവർ പരീക്ഷണം നേരിടുമ്പോൾ അവർ കൂടുതൽ തൃപ്തരാകും. ആര്? ഈ പ്രവാചകന്മാർ. അങ്ങനെ അവർ പരീക്ഷണങ്ങൾ നേരിട്ട് പരീക്ഷണങ്ങളിൽ തൃപ്തരായി അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരായി മാറും. അവരുടെ പാപങ്ങൾ മുഴുവൻ കരിഞ്ഞു പോകും. അപ്പം സത്യത്തിൽ ഒരാൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ആ ജീവിതം ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ ഇന്നലെ ഇവിടെ അല്ല പറഞ്ഞത്, വേറെ സ്ഥലത്താണ്. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട്, അപസ്മാരം ബാധിച്ച ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയണം, റസൂലേ, എനിക്കിങ്ങനെ രോഗമുണ്ട്, ഉണ്ട്, എനിക്കിങ്ങനെ ബാധ ഏൽക്കുന്നുണ്ട് റസൂലേ, അങ്ങൊന്ന് എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ ഈ ബാധ ഈ അപസ്മാരം ഒന്ന് ഒഴിവാക്കി തരാൻ അങ്ങ് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇൻഷിഇതി ദഅഉതില്ല, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹു നിൻ്റെ രോഗം മാറ്റും. വ ഇൻ സ്വബർത്തി, എന്നാൽ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഫലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു കാരണമാണ് എന്ത്? ആ പെണ്ണിന് അസുഖം വരിക എന്നുള്ളത്. പിന്നെ എന്താ വേണ്ടത് ജീവിതത്തിൽ? സ്വർഗം നേടാൻ അസുഖം വന്നാൽ പിന്നെ ആരെങ്കിലും അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുവോ? ബുദ്ധിമുട്ട് കാണിക്കോ? ഇല്ല, തൃപ്തരായിരിക്കും. എനിക്ക് പനിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പനിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടില്ലേ? പനി വന്നാൽ പാപങ്ങൾ കരിഞ്ഞു പോകും. ഒരു മനുഷ്യൻ ശരിക്ക് യഥാർത്ഥത്തിൽ തൃപ്തനായി മാറും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ. അതിനാൽ അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിലേക്കാക്കുന്നത് എന്താണ്? നമുക്ക് ഖൈറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേറൊരു വഴി അല്ലാഹു കാണുന്നില്ല, ഇതേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു അസുഖം തരും. അത് ചിലപ്പോൾ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അസുഖമായിരിക്കും. അപ്പോഴും തൃപ്തിപ്പെടണം. അല്ലാഹുവേ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നീ കണ്ട വഴിയാണല്ലോ ഇതെന്ന് നമ്മൾ തൃപ്തരാകും. അപ്പോൾ ആ രോഗം നമുക്കൊരു രോഗമല്ലാതായി മാറുകയും നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. അതല്ല, നേരെ അള്ളാഹുവിനെ എതിരെ ആ രോഗത്താൽ ചില സ്ത്രീകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്,
അള്ളാഹു ഇപ്പോൾ കണ്ടിച്ചിരിക്കുകയായിരിക്കും എൻ്റെ രോഗം കണ്ടിട്ടെന്ന്. ക്യാൻസർ ബാധിച്ചവരാണ്, ജീവിതത്തിൽ പ്രയാസം നേരിടുന്നവരാ, അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണ അതാണ്. അള്ളാഹ് അവിടെ ഇരുന്ന് ചിരിക്കുകയായിരിക്കുന്നു. മറ്റുള്ള ആളുകൾ അവരുടെ ദൈവങ്ങളോട് കാണിക്കുന്ന വിശ്വാസമാണ് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ ഇതേ രൂപത്തിൽ അവതരിപ്പിച്ചത് ഇസ്ലാമിലല്ലാതെ വേറൊരു മതത്തിലുമില്ല. അള്ളാഹുവിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ പറഞ്ഞത് എവിടെയാണ്? ഇസ്ലാം മതത്തിലാണ്. എന്നാൽ അള്ളാഹു സ്നേഹമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാരാ? ക്രിസ്ത്യാനികൾ. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്നു, സ്നേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവർ നടക്കുന്നു. സത്യത്തിൽ ഇസ്ലാമിലെ പോലെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നമുക്ക് പഠിപ്പിച്ചു തന്ന വേറൊരു മതം, വേറൊരു ദർശനം ഈ ലോകത്തിൽ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മളത് കാണാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക, അവനോട് തിരിച്ച് സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുക. അതേപോലെ ലോകത്ത് എന്തെങ്കിലും പരീക്ഷണങ്ങൾ, ലോകത്ത് എന്തെങ്കിലും എദാബുകൾ അല്ലാഹു തആല നൽകുന്നുണ്ട് എങ്കിൽ ആ എദാബിലൂടെ അല്ലാഹു തആല ലക്ഷ്യമാക്കുന്നത് എന്താണ്? ആ എദാബിൽ പെട്ട ആളുകളുടെ ഒരു പക്ഷേ സത്യവിശ്വാസികളാണെങ്കിൽ ആ എദാബിൽ പെട്ട ആളുകളുടെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. സത്യനിഷേധികളാണെങ്കിലോ സത്യനിഷേധികൾക്ക് മറ്റുള്ളവർക്കൊരു ഗുണപാഠമായി കൊണ്ടുള്ള ഇവർക്കുള്ള ശിക്ഷയാണ്. ആര്? നമ്മെ പോലുള്ള ആളുകൾ പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് ഭൂമി കുലുക്കവും സുനാമിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ടി വിയിൽ നിന്ന് കാണല്ലേ, നമ്മൾ നന്നാവാൻ വേണ്ടി എന്താണ്? അള്ളാഹുവിനെ തോൽപ്പിക്കരുത് എന്ന് മനസ്സിലാക്കാൻ, നാം തിരിച്ച് അള്ളാഹുവിലേക്ക് ചെല്ലാൻ വേണ്ടി അള്ളാഹു തആല നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല നൽകുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ, ഒരു കുട്ടി മരിച്ചു പോയാൽ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും. അള്ളാഹ്ക്കറിയാം ആ കുട്ടി മരിച്ചത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നൊക്കെ അറിയാം. എന്നാലും അല്ലാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത്? ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മോനെ നിങ്ങൾ മരിപ്പിച്ചോ? മലക്കുകൾ പറയും, നഅം അല്ലാഹുവേ, ഞങ്ങൾ മരിപ്പിച്ചു. ഖബൽതും സമറത ഫുആദിഹി, അവൻ്റെ കൺകുളിർമയെ നിങ്ങൾ മരിപ്പിച്ചോ? മരിപ്പിച്ചു റബ്ബേ. മാതാ കാല അബ്ദി, എൻ്റെ ആ പുന്നാര അടിമ എന്താ പറഞ്ഞു തന്നിട്ട്? അപ്പോൾ മലക്കുകൾ പറയുന്നു, ഹമിദക വസ്തർജ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആര്? മകൻ മരിച്ച, മകൾ മരിച്ച ഉപ്പ പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഇബ്നൂലി അബ്ദി, എൻ്റെ ആ പുന്നാര അടിമക്ക് നിങ്ങൾ പണിയണം മലക്കുകളെ. എന്ത്? ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് പണിയണം. വസമ്മൂഹു, ആ വീടിനൊരു പേരുമിടണം. ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പേരിടുകയും വേണം. മകന് മരിച്ചതുകൊണ്ട് സ്വർഗത്തിലൊരു വീട്, മകള് മരിച്ചതുകൊണ്ട് സ്വർഗത്തിലൊരു വീട്. ബൈത്തുൽ ഹംദ് എന്ന്. വേറെയും ഒരുപാട് വീടുകളുണ്ട്. ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞിട്ടൊരു വീട്. ഇത് പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ പരീക്ഷണമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസപ്പെടില്ല, ദുഃഖിക്കില്ല, ബുദ്ധിമുട്ടില്ല. ഒരു മുള്ളു പോലും തറച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? അത് സ്നേഹത്തോടെ നമ്മളതിനെ സ്വീകരിക്കും. കാരണം മുള്ളു തറച്ചാൽ നിങ്ങൾ നോക്കിയ, നിങ്ങൾ കണ്ട, നിങ്ങൾ അനുഭവിച്ച ഏതോ ഒരു പാപം കരിഞ്ഞുപോയി. ആ മുള്ളു വലിച്ചൂരുന്നതോടുകൂടി പോയി ആ പാപം. പിന്നെ അത് അവിടെ ചെന്നാൽ കാണില്ല. നിങ്ങൾ ചെയ്ത ഒരുപാട് പാപങ്ങൾ അവിടെ കാണില്ല, ആ കിതാബിൽ കാണില്ല. എന്തേ? അത് കരിഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി, മായ്ച്ച് കളയപ്പെട്ടു. ഇനി ഈ ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമുക്ക് പ്രയാസമാണോ അനുഗ്രഹമാണോ? യവദ്ദു അഹ്ലുൽ ആഫിയ, ഒരു വളരെ സുഖസൗഖ്യത്തോടുകൂടി, ആയുരാരോഗ്യത്തോടുകൂടി, വളരെ സൗഖ്യത്തോടുകൂടി ദുനിയാവിൽ ജീവിച്ചിരുന്ന ആളുകൾ കൊതിച്ചു പോകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളുടെ അന്ന് കൊതിച്ചു പോകും. ഹീന യുഅ്താ അഹ്ലൽ ബലാഇ, ബലാഇൻ്റെ ആളുകൾക്ക് നൽകപ്പെടുമ്പോൾ, പരീക്ഷണം നേരിട്ട ആളുകൾക്ക് പരലോകത്ത് വെച്ച് അവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ, ആര്? ഇന്ന് ആസ്പത്രി കിടക്കയിൽ കഴിയുന്ന, ബുദ്ധിമുട്ടുകളായിട്ട് കഴിയുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് പരലോകത്ത് വെച്ച് കിട്ടുന്നത് നമ്മൾ കാണുമ്പോൾ, നമുക്കിന്നൊരു പ്രശ്നമില്ല.
നമ്മൾ കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത്ത് കുരിദത് ഫിദ്ദുനിയാ ബിൽ മകാരീദ്, നമ്മുടെയൊക്കെ തൊലികൾ കത്രിക കൊണ്ട് മുറിക്കപ്പെട്ടിരുന്നെങ്കിലോ ദുനിയാവിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതിൻ്റെ കൂലി അവിടെ കിട്ടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ദുനിയാവിലെ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വേറൊരു രൂപമാണ് പരീക്ഷണങ്ങൾ. അള്ളാഹുവിന് നാം സത്യവാന്മാരാണോ കള്ളവാദികളാണോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്കത് ആദ്യമേ അറിയാം. നാം തിരിച്ചറിയാൻ വേണ്ടി, നമ്മുടെ ജീവിതം ശുദ്ധമാക്കാൻ വേണ്ടി അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളാണ്. മാത്രമല്ല നമ്മെ സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രവേശിപ്പിക്കണം, എങ്ങനെയെങ്കിലും അതിനുള്ളൊരു മാർഗമായിരിക്കും എന്ത്? നമ്മുടെ പരീക്ഷണങ്ങൾ, നമ്മുടെ രോഗങ്ങൾ. അത് തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക, അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തയ്യാറാവുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്തിനാ അള്ളാഹു താല കുറേ അള്ളാഹ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മോട് സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, എന്തിനാണ് അതൊക്കെ പറയുന്നത്? എന്തിനാണ്? ഒക്കെ വിട്ടൂടെ? അള്ളാഹ്ക്ക് സ്നേഹമല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ എന്തും ചെയ്തോട്ടെ എന്നല്ലേ പറയേണ്ടത്? അതിനെന്താ മറുപടി എന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ഹറമ റബ്ബി, എൻ്റെ റബ്ബ് ഹറാമാക്കിയത് എന്ത് മാത്രമാണെന്നറിയോ? അൽ ഫവാഹിഷ്, മ്ലേച്ഛമായത് മാത്രം. ഇന്നമാ എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ലേ? എന്താണ്? അത് മാത്രമേ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൂ, വേറൊന്നും ഹറാമാക്കിയിട്ടില്ല. പക്ഷേ മാ ദഹറ മിൻഹ വമാ ബത്തൻ, പ്രകടമായതും പ്രകടമാകാത്തതും. പ്രകടമായതൊക്കെ നമ്മൾ പറയും, ഓ അത് ഹറാം, കള്ള് ഹറാം, അത് ശരീരം കരൾ വാടിപ്പോകും, കൂമ്പ് വാടിപ്പോകും എന്നൊക്കെ പറയും. പക്ഷേ വേറെ പലതും ഹറാമാക്കിയിട്ടുണ്ട്. അത് മാ ദഹറ മിൻഹ വമാ ബത്തൻ, അതെന്താണ്? അത് ഉള്ളിലായിരിക്കും അതിൻ്റെ കേട്, അത് നമുക്ക് കാണാൻ പറ്റാത്ത കേടുകളായിരിക്കും. ഫവാഹിഷാണ്, ഫാഹിഷത്താണ്, മ്ലേച്ഛമാണ്. ആ മ്ലേച്ഛത ഒരുപക്ഷെ പ്രകടമല്ല, അകത്തായിരിക്കും. അതിനാൽ അള്ളാഹു ഹറാമാക്കിയത് മുഴുവൻ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായത് മാത്രം, നമുക്ക് ജീവിതത്തിന് ഗുണമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു തആല അത് ചെയ്യരുത്, ഇത് കേൾക്കരുത്, അത് കാണരുത്, അവിടെ പോകരുത്, അതനുഭവിക്കരുത് എന്ന് പറഞ്ഞത് മുഴുവൻ അതാണ്. അതിനാൽ അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രം. നാം തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അതാണ് നമ്മുടെ ജീവിതത്തിന് ഗുണം. അള്ളാഹുവിൻ്റെ ഈ ഗുണങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക, പരസ്പരം സ്നേഹിക്കുക. ഇനി ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ പോയി, അവനവൻ്റെ സ്ഥലത്ത് പോയി ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക. ആ അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. ഒരു വിത്തെങ്കിലും പാകുക, നമ്മുടെ ഹൃദയത്തിൽ ഒരു വിത്ത് കിടക്കട്ടെ. ആ വിത്ത് മുളച്ച് 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 അതിൽ നിന്ന് ഒരുപാട് പുഷ്പങ്ങൾ വരും ഇൻഷാ അള്ളാഹ്. ആ പുഷ്പങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സൗരഭ്യപൂർണ്ണമാക്കി മാറ്റും. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.